ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഏവർക്കും ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സാധാരണ മതപണ്ഡിതന്മാരാണ് മതത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് എന്നാണ് എൻ്റെയൊക്കെ ഓരോ വീഡിയോകൾ എടുത്തു വെച്ചിട്ടും ഈ പുരോഹിതന്മാർ പറയാറുള്ളത്. ആരാണ് പണ്ഡിതന്മാർ? ഉം? 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര കിതാബുകൾ കാണാപ്പാഠം പഠിച്ച് തൻ്റെ ഭാവനയ്ക്കനുസൃതമായി തൻ്റെ അഭിരുചികൾക്കിണങ്ങും വിധം വഷളത്തരങ്ങളും വൃത്തികേടുകളും തന്തയില്ലായ്മയും തെണ്ടിത്തരങ്ങളും പബ്ലിക്കിന്റെ മുമ്പിൽ മൈക്ക് കെട്ടി വിളിച്ചു പറയുന്ന പൊറോട്ട കെട്ടുകാരെയാണോ നിങ്ങൾ പണ്ഡിതന്മാരെന്ന് പറയുന്നത്? ഏ ഈ നാറികൾ എപ്പോഴെങ്കിലും ഈ തെണ്ടികൾ പോക്രിത്തരങ്ങൾ ചെയ്യുകയും തന്തയില്ലായ്മയും തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഇവന്മാരെപ്പോഴെങ്കിലും മര്യാദയ്ക്ക് ആളുകളോട് സംസാരിച്ചിട്ടുണ്ടോ? മദ്രസയിൽ പിഞ്ചു പൈതലുകളെ പിച്ചിക്കീറുന്ന ഇവന്മാരുടെ കാമഭ്രാന്തിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഉസ്താദുമാര് പോലും അധ്യാപകര് പോലും കുഞ്ഞുങ്ങളെ കേറി പിടിക്കുന്നത് അവരുടെ ഹോർമോണിന്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ബാലുശ്ശേരി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഫാസ്റ്റ് ഫുഡുകളാണ് കാരണമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോഴും ഇവന്റെ ചിന്താഗതിക്ക് ഒരു കുഴപ്പമില്ല. ഇവന്റെ ചിന്താഗതിയെ ഇവൻ നിയന്ത്രിക്കാതെ പെണ്ണിന്റെ വസ്ത്രധാരണമാണ് പുരുഷന് കേറിപ്പിടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത് എന്ന രൂപത്തിൽ ഇവർ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ഇവരുടെ ഈ വൃത്തികേടുകൾ തുറന്നു കാണിക്കുമ്പോൾ പണ്ഡിതന്മാരാണ് മതത്തെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത് എന്നിവർ പറയും. ഇന്ന കസീറം മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ് എന്നാ ഖുർആൻ പറഞ്ഞത്. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആളുകളും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുകയും ചെയ്യുന്നവരാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ ഖുർആൻ പറഞ്ഞ പണ്ഡിതന്മാരാരാണ്? ഈ കള്ളന്മാരോ? ഇവന്മാരെയൊക്കെയാണോ പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞെടുത്തു വച്ചിരിക്കുന്നത്? ശരി, ആകട്ടെ. ഇന്നലെ പുരുഷന്മാര് ആകണമെങ്കിൽ, പൗരുഷം തെളിയിക്കണമെങ്കിൽ ചേലാകർമ്മം നിർബന്ധമാണ് എന്ന് പറഞ്ഞൊരു നാട്ടിൽ നിരത്തി നിർത്തി 11 വയസ്സിനും 15 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളെ ചേലാകർമ്മം നടത്തി 41 കുട്ടികൾ മരണപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. മറുനാടൻ ഒഴികെ മറ്റാരും ആ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. കാരണം എന്താ? എതിർഭാഗത്ത് നിൽക്കുന്നത് ആരാ? കൊമ്പും തുമ്പിക്കൈയുമുള്ള മതവിഭാഗമാ. അവരെ കുറിച്ച് ഇത്തരം വാർത്തകളൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോ നവാസ് മന്നാനി എന്ന് പറയുന്ന ഇന്ത്യൻ ആർമിയെ ബലാത്സംഗികൾ എന്ന് വിളിച്ച ഒരു പരനാറി ഉസ്താദ് സ്ത്രീകളുടെ ചേലാകർമ്മം ചെയ്യണം എന്ന് പറഞ്ഞു വന്ന് വഷളത്തരം പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഏതു മതമാണ് പഠിപ്പിക്കുന്നത്? പ്രവാചകന്റെ ഭാര്യമാർ പോട്ടെ, പ്രവാചകനെങ്കിലും ചേലാകർമ്മം ചെയ്തതായിട്ട് നിങ്ങൾക്കൊന്ന് തെളിയിക്കാമോ? പ്രവാചകൻ അതിൽ നിന്നും സമർത്ഥമായി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടാണ് താൻ ജനിച്ചത് എന്ന് പറഞ്ഞങ്ങോട്ട് പരത്തി. നബിയുടെ തുണി പൊക്കി ആരും നോക്കാനൊന്നും പോകത്തില്ലല്ലോ. അതുകൊണ്ട് നബിയുടെ ഭാര്യമാര് മറ്റാരെയും പിന്നീട് വിവാഹം കഴിക്കാൻ പാടില്ല എന്ന ഒരു നിയമം കൊണ്ടുവന്നത് തന്നെ നബിയുടെ ഈ കാര്യങ്ങളൊക്കെ പുറത്താരെങ്കിലും അറിയുമോ എന്ന് പേടിച്ചിട്ടാ. നബി സുന്നത്ത് ചെയ്തോ ഇല്ലേ, നബിയുടെ ലൈംഗിക ശേഷി 40 പുരുഷന്റെ കഴിവുണ്ട് എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന്. കാരണം ഇദ്ദേഹം ഒഴിവാക്കി ഇവര് മറ്റൊരു പുരുഷനോടൊപ്പം ജീവിച്ചാൽ മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്ന ജീവിതത്തെ കുറിച്ച് അവർ സംസാരിക്കുക. അതൊക്കെ ഇല്ലാതിരിക്കാനും നബി 40 പുരുഷന്റെ ലൈംഗിക കഴിവുള്ള ആള് തന്നെയാണ് എന്ന അലിഖിതമായിട്ടൊരു നിയമം ലോകാവസാനം വരെയുള്ള വിശ്വാസികളുടെ തലച്ചോറിലേക്ക് കെട്ടിവെക്കാനും വേണ്ടി അങ്ങനെ ഒരു നിയമം എഴുതി വെച്ചു. സാലിഹ് കുട്ടി വി പുരി മോള് പിന്നെയും വന്നു. എൻ്റെ പേര് പുരി എന്നല്ല, ജാമിദ. എൻ്റെ മാതാപിതാക്കൾ എനിക്കിട്ട പേരാ. ആദ്യം നന്നായിട്ട് അക്ഷരത്തെറ്റില്ലാതെ ഒരു തന്തയില്ലായ്മയെങ്കിലും എഴുതാൻ പഠിക്കടാ തന്തയില്ലാത്തവനെ. ആദ്യം മര്യാദയ്ക്ക് ഒരു തെറിയെങ്കിലും അക്ഷരത്തെറ്റില്ലാതെ ഒന്ന് എഴുതാൻ പഠിക്കടാ തെണ്ടികളെ.
നിനക്കൊക്കെ ഉളുപ്പാകുന്നില്ലടാ. മാതൃഭാഷ പോലും എഴുതാനും വായിക്കാനും അറിയാത്ത നിന്നെയൊക്കെ സംസ്കാരം പാപ്പിച്ചാൻ ആർക്കാടാ പറ്റുന്നേ? അതെ, സ്കൂളിൽ പഠിക്കാൻ വിട്ട സമയത്ത് ഉമ്മായും വാപ്പായും കിടക്കുന്ന കട്ടിലിന്റെ അടിയിൽ പോയി ഒളിഞ്ഞിരുന്നാല് ഇങ്ങനെ ഇരിക്കും. ആദ്യം മലയാള ഭാഷയൊന്ന് എഴുതാനും വായിക്കാനും പഠിക്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കമന്റ് ഉണ്ടാക്കാൻ വന്നാൽ മതി. ലോകത്ത് മുസ്ലിം അല്ലാത്ത വിഭാഗം ആളുകൾ ഇപ്പോൾ ചേലാകർമ്മം കഴിക്കുന്നു. അത് ചില അസുഖങ്ങൾ തടയും. നീ വെറുതെ ജനങ്ങൾക്കിടയിൽ വിദ്വേഷം പരത്തുന്നു ആണാ? നീ പോയി മൊത്തം മുറിക്കടാ. എല്ലാ ആളുകളുടെയും അസുഖങ്ങൾ അങ്ങനെ മാറുമല്ലോ. നിന്റെയൊക്കെ തൂക്കിയിട്ടുണ്ട് നടക്കുന്ന സുനയാണ് കാരണം. അതുകൊണ്ടാണ് ചെറിയ കുട്ടികളെ ബസ്സിൽ പോലും കയറി പീഡിപ്പിക്കുന്ന ഉസ്താദുമാര് ഒരുപാട് വർദ്ധിച്ചു വരുന്നത് കേട്ടാ. അപ്പോൾ സ്ത്രീകളെ കൊണ്ട് ചേലാകർമ്മം ചെയ്യിപ്പിക്കുന്നതിനു വേണ്ടി നവാസ് മന്നാനി എടുക്കുന്ന എഫേർട്ട് എത്രയാണെന്നൊന്ന് നോക്കിക്കോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം ഇതൊന്ന് കണക്ട് ചെയ്യട്ടെ കേട്ടോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു പ്രമാദമായ വിഷയത്തിന്റെ നിങ്ങളോട് അതിന്റെ ഒരു അതിന്റെ ചുരുളഴിച്ചു തരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അൽ ഖിത്താനു, ചേലാകർമ്മം ചെയ്യുക. ചേലാകർമ്മം ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ചേലാകർമ്മം ചെയ്യുക എന്ന് പറഞ്ഞ സ്ഥാനത്ത് അൽ ഖിത്താനിന് ദിജാലി, പുരുഷന്മാര് ചേലാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്. പുരുഷന്മാരോട് ചേലാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്. മറിച്ച് അൽ ഖിത്താനു, ഈ പറഞ്ഞത് മുഴുവനും ആണിനും പെണ്ണിനും ബാധ്യത. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖിത്താൻ എന്ന് പറയുന്നത്, ചേലാകർമ്മം ചെയ്യുക എന്ന് പറയുന്നത് അത് ആണിനും പെണ്ണിനും അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ പൊതുവെ നമ്മൾ എന്നിട്ട് എന്താ ഉസ്താദെ പ്രവാചകന്റെ ഭാര്യമാരുടെ ചേലാകർമ്മത്തെ കുറിച്ചും പ്രവാചകന്റെ മക്കളുടെ ചേലാകർമ്മത്തെ കുറിച്ചും മക്കളുടെ മക്കളുടെ ചേലാകർമ്മത്തെ കുറിച്ചും ഒന്നും ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊന്നും പരാമർശിക്കാതെ പോയത്? പ്രവാചകന്റെ ചേലാകർമ്മത്തെ കുറിച്ച് ഏത് ഹദീസാ ഉള്ളത്? 80ാമത്തെ വയസ്സിൽ കോടാലി കൊണ്ട് ഇബ്രാഹിം നബിയുടെ സുന വെട്ടിയ ഒരു ഹദീസ് അല്ലാതെ ചേലാകർമ്മത്തെ കുറിച്ച് എത്ര ഹദീസ് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും? ആരാണ്? മസ്ജിദുൽ ഹുജ്റ ടീച്ചറെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ, ഒരൊന്നും പറയല്ലേ, മനസ്സിന് വല്ലാത്ത വേദന ഉണ്ട്. ഉള്ള കാര്യം പറയുമ്പോ വേദന തോന്നിയിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? പ്രവാചകന്റെ ഭാര്യമാർ, പ്രവാചകൻ മരിക്കുമ്പോൾ ആയിഷയുടെ വയസ്സ് എത്രയാ? 16 വയസ്സ്. ആ 16കാരിയെ പിന്നീട് ആരും കല്യാണം കഴിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടല്ലേ പോയത്? ഖുർആനിൽ അല്ലാഹു വചനം ഇറക്കിയില്ലേ? അപ്പൊ വിധവാ വിവാഹത്തെ പ്രോത്സാഹിപ്പിക്കാനാണ് പ്രവാചകൻ വന്നത് എന്നതിന് തെളിവെന്താ? പ്രവാചകന്റെ ഭാര്യമാരായിട്ടുള്ള വിധവകൾക്കൊക്കെ അല്ലേ ആദ്യം മാതൃകാപരമായിട്ടൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കേണ്ടത്? അങ്ങനെയല്ലേ പ്രവാചകന്റെ ചര്യകൾ നിലനിർത്തേണ്ടത്? അത് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന തോന്നിയിട്ട് കാര്യമുണ്ടോ സുഹൃത്തെ? പഠിച്ചിട്ടല്ലേ നമ്മൾ വിമർശിക്കുന്നത്. പ്രവാചകന്റെ ചേലാകർമ്മത്തെ കുറിച്ച് എഴുതിയ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ കൊണ്ടുപോവാ, അതുവരെ ഇത് തുടരുമല്ലോ. അംഗീകരിക്കുന്നത് മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫത്ഹുൽ ഖൈൻ എന്ന ഗ്രന്ഥമാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, ആണിനും പെണ്ണിനും ചേലാകർമ്മം നിർബന്ധമാണ്. ദീനിന്റെ ഏതെങ്കിലും രീതിയിലുള്ള കൽപ്പനകൾക്ക് വിധേയമായതല്ല, അത് ദീനി വിരുദ്ധമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് ആളുകൾ സംസാരിച്ചു. എനിക്ക് ഈ വിനയത്തോട് കൂടിയിട്ട് എന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരോട് ഒരു കാര്യം പറയാനുള്ളത്, സാംസ്കാരിക നേതാക്കന്മാരുടെ ഒരു കാര്യം പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദീനീ വിഷയങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ദീൻ പഠിക്കാതെയാണ് പറയുന്നത്. നിങ്ങൾ ദീന് പഠിക്കാതെയാണ് പറയുന്നത്. നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ ചേലാകർമ്മം സ്ത്രീകൾ ചെയ്യുന്നത് അത് ദീനി വിരുദ്ധമാണെന്ന്? ആരാ നിങ്ങളോട് പറഞ്ഞത്? ഗൗരവത്തോടു കൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കാനുള്ളത്, ആണിനും പെണ്ണിനും നിർബന്ധമായ, എന്നാൽ മിക്ക ഇമാമിയങ്ങളുടെ അടുക്കലും പെണ്ണുങ്ങൾക്ക് സുന്നത്താണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചേലാകർമ്മം എന്ന് പറയുന്നത്. അത് ഏത് ഭാഗമാണ് അത് അതിന്റെ കർമ്മം നടത്തേണ്ടതെന്നും അത് എങ്ങനെയാണ് അതിന്റെ ഭാഗങ്ങൾ അതെങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങളിൽ, കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ചേലാകർമ്മം എന്ന് പറയുന്നത് അത് പരസ്യമാക്കി ചെയ്യൽ സുന്നത്തും, സ്ത്രീകളുടെ ചേലാകർമ്മം അത് രഹസ്യമായി ചെയ്യൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായി വ്യക്തമായി കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയുക, ചേലാകർമ്മം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും നിർബന്ധമായ കാര്യമാണ്. അത് സ്ത്രീകളുടെ വിഷയത്തിൽ സുന്നത്താണ് എന്ന അഭിപ്രായം മിക്ക ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ, ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്ത്രീകൾ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പല നാടുകളിലും അത് ചെയ്തു വരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അത് ദീനി വിരുദ്ധമാണെന്ന് എഴുതള്ളാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ ദീനോടുള്ള വെല്ലുവിളിയാണ്. അല്ല, പൂർണ്ണമായും മനുഷ്യനെ സൃഷ്ടിച്ച പടച്ച റബ്ബിന് ഈ സുനയുടെ അറ്റം കൂടി ഇല്ലാതെ അങ്ങ് സൃഷ്ടിച്ചു വിട്ടാ മതിയായിരുന്നു. പോട്ടെ, അത് ചെയ്തില്ല. ഇദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ നന്നായി പഠിച്ച് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിത്വമാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളും അഭിപ്രായങ്ങളും എത്രമാത്രം നമുക്ക് മുഖവിലേക്ക് എടുക്കാമെന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹം ഇന്ത്യൻ ആർമിയെ കുറിച്ച് പറഞ്ഞ ഒരു കട്ടിങ് കൂടി നിങ്ങൾ കേൾക്കണം. മുനാഫിക്കായ മറ്റൊരുത്തനാണല്ലോ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഗവർണർ. മറ്റൊരു മുനാഫിക്കാണ്. ഈ മുനാഫിക്ക് വിവരം കൊടുക്കുന്നു, ഇവിടെ കേരള സർക്കാരിനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, കേരള പോലീസിനെ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, കലാപം ഉണ്ടാകിട്ട് ഇങ്ങനെ സ്പ്രെഡാവുകയാ, ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, കത്തിക്കുത്തുകളും കലാപങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് പട്ടാളത്തിലേക്ക് പോയെന്ന് ചോദിച്ചിട്ട് വിവരം കൊടുക്കുന്നു. ഇതൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇന്ത്യയുടെ പട്ടാളം വരികയാണ്. HMP കോളേജിൽ ഇന്ത്യയുടെ പട്ടാളം കഴിഞ്ഞാൽ കാരുണ്യമില്ലാത്തവരാ സഹോദരാ, കരുണയില്ലാത്തവന്മാരാ, നരകത്തിന് വേണ്ടിയുള്ള പടച്ച ഒരു വിഭാഗം കശ്മലന്മാരാ. ഈ കശ്മലന്മാര് വന്നാൽ ഇവിടുത്തെ പ്രായാധിക്യം വന്ന ഉപ്പാപ്പമാരെ പിതാക്കന്മാരെ തല്ലിച്ചതച്ചടിച്ചു കൊല്ലുമ്പോ ബാക്കിയുള്ള യുവാക്കളെ വെടിവെച്ച് വീഴ്ത്തുന്നു. എന്നിട്ട് നമ്മുടെ ജീവനതുല്യ സ്നേഹിക്കുന്ന പെൺമക്കളെ ബലാത്സംഗം ചെയ്യും, നമ്മുടെ പാവപ്പെട്ട സഹോദരിമാരെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യും. അത് നാളത്തെ സുപ്രഭാതത്തിലായി കൂടുന്നുണ്ടോ? ഇതൊക്കെ നടന്നല്ലേ മറ്റ് സ്റ്റേറ്റുകൾ നമ്മൾ കണ്ടത്? കാശ്മീരിന്റെ അവസ്ഥ എന്താ? അല്ല, നമ്മുടെ ശ്യാംകുമാറിനെ കൂടി ഒന്ന് വിളിച്ചുകൊണ്ട് വരണം കേട്ടോ. കാരണം ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ കക്ഷിക്ക് കൂടി കൊടുക്കാനുണ്ട്. ഇന്ത്യൻ ആർമിയിൽ മൊത്തം ബ്രാഹ്മണരാണോ? അല്ല, കക്ഷി പറഞ്ഞത് ബ്രാഹ്മണരെ ബലാത്സംഗം ചെയ്യുമെന്ന് പേടിച്ചിട്ടാണ് മുസ്ലിം സ്ത്രീകള് പർദ്ദ ധരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ആർമിയിലുള്ള ആളുകൾ മൊത്തം ബ്രാഹ്മണരാണോ എന്ന് എനിക്കൊരു സംശയം. ഉം. ഇനിയും പോട്ടെ. ഇനി ബലാത്സംഗത്തിനുള്ള കാരണങ്ങൾ എന്താണ് എന്നതല്ലേ, അതുകൂടി കേട്ടിട്ട് പോയാൽ മതി. ബലാത്സംഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രന്മാരും പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കറിയോ, 5 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകൾ, അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും. ഇന്ന് മക്കളെ ഒക്കെ എടുത്തിട്ട് ഒരു സ്ത്രീ ട്രെയിനില്ലേ, ഞാൻ പറയുന്നത് നിങ്ങൾ സയൻസ് മറീനെ പഠിക്കണം. അല്ല, ഈ കൈത്തന്റെ ഒക്കെ കാണിച്ച് കച്ചൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നത് അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ 10 ഇരട്ടി ഉയർന്നു നിൽക്കും. ആ ഹോർമോൺ ഹൈയിലേക്കെത്തി എങ്ങനെ അറിയോ? കാഴ്ച കാണും തോറുമാണ്, സ്ത്രീയുടെ സൗന്ദര്യം കാണും തോറുമാണ്. അത് കാണും തോറും വികാരത്തിന്റെ സമ്യത്തിലേക്ക് അവൻ എത്തും. അങ്ങനെ എത്തുമ്പോ പിന്നെ അവൻ ഒരു വികാര ജീവിയാണ്. അവന്റെ പ്രേമത്തിന്റെ ആരാധനായ ഒരു വികാര ജീവിയാണ്. വിവേകം ബ്രെയിൻ നഷ്ടപ്പെടും. പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയോ? 5 വയസ്സുള്ള പെൺകുട്ടിയെ പറ്റി അവന്റെ മനസ്സിലെന്നറിയോ? പെണ്ണേ, എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ. അതുകൊണ്ടാണ് പിടിച്ചോണ് അധ്യാപകർ വരെ കുട്ടികളെ പിടിക്കുന്നത്. എന്തുകൊണ്ടാ? നിങ്ങൾ ശരിക്കും, ഞാൻ ആരെയും നിരപരാധിയാക്കല്ല, നമ്മുടെ മക്കളെ നമ്മൾ ഇടിക്കും. വെറും ഒരു ഇറച്ചി കഷ്ണമാണ് നീ. ശരി, ഇതേ അഭിപ്രായം ഇത് ഒറ്റപ്പെട്ട അഭിപ്രായമാണോ അല്ലേ എന്ന് സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാകുമല്ലോ. അപ്പോ സ്ത്രീകളുടെ ചേലാകർമ്മം ചെയ്യണം, പുരുഷനും ചേലാകർമ്മം ചെയ്യണം. ഈ ചേലാകർമ്മം സ്ത്രീകളോട് ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാ? അവരുടെ വികാരം ഒരു പരിധി വരെ നിയന്ത്രിക്കാനാണ് എന്നാണ് ഇവർ പറയുന്നത്. ശരി, അപ്പോൾ പുരുഷൻ സ്ത്രീകളെ കയറി പിടിക്കാനുള്ള കാരണം അവരുടെ ഫാസ്റ്റ് ഫുഡ് സംവിധാനവും, കക്ഷം കണ്ടാൽ പിരിവിടും, കഴുത്ത് കണ്ടാൽ പിരിവിടും, തോള് കണ്ടാൽ സുന പൊങ്ങും. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ മുസ്ലിം പുരുഷന്മാര് മൊത്തം എന്നാണ് ബാലു അണ്ണൻ പറഞ്ഞു വെക്കുന്നത്. ശരി, ഇരിക്കട്ടെ. അപ്പോ നമ്മുടെ ശ്യാംകുമാർ അണ്ണൻ പറഞ്ഞു വെക്കുന്നത് ബ്രാഹ്മണർ മുസ്ലിം സ്ത്രീകളെ പീഡിപ്പിക്കും, അത് പേടിച്ചിട്ടാണ് അവര് പർദ്ദ ധരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. പോട്ടെ,
ഇറാൻ, ഇറാഖ്, സിറിയ, പലസ്തീൻ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് മൊത്തം ബ്രാഹ്മണരെ കൊണ്ട് നിറഞ്ഞു എന്നാണ് കാക്ക പറഞ്ഞത്. ഇരിക്കട്ടെ, മൊത്തം ബ്രാഹ്മണര് കൈയടക്കി. ഏ അപ്പോ ശ്യാംകുമാറിന്റെ അഭിപ്രായ പ്രകാരം മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരും ബ്രാഹ്മണരാണോ? അല്ല, ഏറ്റവും കൂടുതൽ പീഡനം നടക്കുന്ന ആലയം മദ്രസയാണ്. മദ്രസകളിലാണ് പൈതലുകളെ മുലഞ്ഞെട്ടിൽ ഞെരടുന്ന കാര്യം ഒരു ഉമ്മ തന്നെ വന്ന് പറഞ്ഞത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ശരി, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ സ്ത്രീ ചേലാകർമ്മത്തെ കുറിച്ച് നവാസ് മന്നാനിയുടെ മാത്രം അഭിപ്രായമാണോ ഇത്? അതോ എല്ലാ മുസ്ലിം പുരോഹിതന്മാരും ഇത് തന്നെയാണോ പറയുന്നത്? മദ്രസയിൽ നടക്കുന്ന പീഡനത്തെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഒരു ഉമ്മ വളരെ വേദനയോടുകൂടി തന്നെ പറഞ്ഞത് നമുക്ക് ഒരു എല്ലാവർക്കും അറിയുന്നതല്ലേ. എന്താ പറയാ, നേരത്തെ മുസ്ലിം മതം നേരത്തെ സ്ത്രീകളെ ഒരു എന്താ പറയാ പുരുഷനെ പോലെ സ്വാതന്ത്ര്യം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ആ കാലഘട്ടത്തിലാണോ സ്ത്രീകൾക്ക് ചേലാകർമ്മം നടപ്പിലാക്കിയിട്ടുണ്ടോ മുസ്ലിം മതം? അതിനും കൂടി ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് മറുപടി പറയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. രണ്ടാമതായി ചേലാകർമ്മം സ്ത്രീകളുടെ ചേലാകർമ്മമാണ്. ഇസ്ലാമിൽ സ്ത്രീകളുടെ ചേലാകർമ്മം എന്നൊരു ഏർപ്പാടില്ല. കേരളത്തിലൊന്നും ഉണ്ടായിട്ട് തന്നെയല്ല. സത്യത്തിൽ ആഫ്രിക്കൻ നാടുകളിൽ ഉള്ള ഒരു സമ്പ്രദായം, അറബികൾക്കിടയിലും ഉണ്ടായിരുന്ന ഒരു സമ്പ്രദായം. നവാസ് മന്നാനി പറഞ്ഞത് എന്താ? ഇവര് രണ്ടുപേരും പ്രതിനിധാനം ചെയ്യുന്നത് ഒരേ മതമാണ്, ഒരേ ഗ്രന്ഥമാണ്. കേരളത്തിൽ പറയുമ്പോൾ എങ്ങനെ പറയണം? അത് നമ്മുടെ കമാൽ പാഷ സാർ പറയും. അടങ്ങ്. സ്ത്രീകളുടെ ഭഗശിഷ്ണിക എന്ന് പറയുന്ന ഭാഗം, യോനിയുടെ ഭാഗം മുറിച്ചു കളയുക എന്നുള്ള ഒരു സമ്പ്രദായം, പുരുഷന്റെ ചേലാക്രമത്തെ പോലുള്ള സമ്പ്രദായം ഇന്നും ആഫ്രിക്കയിലെ വ്യത്യസ്തങ്ങളായ ഗോത്രവർഗ്ഗങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ ഇസ്ലാം പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ആ കർമ്മം അവർ തുടർന്നു. അത് തുടർന്നപ്പോൾ അത് പരമ്പരാഗത കർമ്മം എന്നുള്ള നിലക്ക് അത് ഇസ്ലാമിക കർമ്മമാണ് എന്ന രൂപത്തിൽ തെറ്റിദ്ധരിക്കുകയുണ്ടായി. അതേപോലെ അറബ് നാടുകളിലെയും ചില ഗോത്രങ്ങളിലെയും ഈ പരിപാടി ഉണ്ടായിരുന്നു. അത് നന്മയാണെന്നോ തിന്മയാണെന്നോ റസൂൽ. എന്തുകൊണ്ടാണ് എം അക്ബർ ഇങ്ങനെ പറയുന്നത് എന്നുകൂടി നിങ്ങൾക്കറിയണം. ഒരു കേരളം പോലെ, ഇന്ത്യ പോലെ ഒരു മതേതര സമൂഹത്തോട് ഇസ്ലാമിക പ്രഭാഷണങ്ങൾ നടത്തുമ്പോൾ, എക്സ്പെഷ്യലി ഖുർആൻ വിശകലനം ചെയ്ത് സംസാരിക്കുമ്പോൾ സൗദി അറേബ്യയിൽ പറയുന്നത് പോലെ ഇന്ത്യയിൽ പറയരുത്, എക്സ്പെഷ്യലി കേരളത്തിൽ പറയരുത്. കാരണം നേർക്ക് നേരെ ഖുർആനിന്റെ വ്യാഖ്യാനം പറഞ്ഞാൽ അവർ ഈ മതം എന്താണ് എന്ന് മനസ്സിലാക്കി പോകത്തില്ലേ? അതുകൊണ്ട് അത് പറയരുത്. മറിച്ച് എങ്ങനെ പറയണം? നമ്മുടെ റിട്ടയർഡ് DGP കമാൽ പാഷ പറയും. മുസ്ലിം രാഷ്ട്രത്തിൽ കൊടുക്കുന്ന വ്യാഖ്യാനമല്ല നമ്മൾ പരിശുദ്ധ ഖുർആൻ ഒരു ബഹുസ്വരതയുള്ള ഒരു നാട്ടിൽ കൊടുക്കേണ്ടത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തത്വങ്ങളൊന്നും പരിഹരിക്കണമെന്നല്ല, അതൊന്നും വിട്ടുവീഴ്ച വേണ്ട. പക്ഷെ അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ ആ ഒരു ജനറൽ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. കേരളത്തിലുള്ള മുസ്ലിങ്ങളെല്ലാം എന്ത് വിശ്വസിക്കണം? ഈ ജിഹാദ് എന്ന് പറഞ്ഞാൽ, കാഫറുകൾക്കെതിരെയുള്ള ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് ആയുധം വെച്ചും സൈനികോപകരണങ്ങളും യുദ്ധോപകരണങ്ങൾ വെച്ചാണ് എന്നുള്ള കാര്യം നമ്മൾ വിശ്വസിക്കണം. ഇസ്ലാമിക രാജ്യങ്ങളിൽ പഠിപ്പിക്കണം. ഒരു വിട്ടുവീഴ്ചയും അക്കാര്യത്തിൽ വേണ്ട. പക്ഷെ നാട്ടുകാരോട്, ഇന്ത്യ പോലുള്ള രാജ്യത്ത് അതിന്റെ വ്യാഖ്യാനങ്ങൾ പറയുമ്പോൾ നമ്മുടെ നാട്ടുകാരെ പറ്റിക്കണം. പച്ച നുണ വിളിച്ചു പറയണം. എന്തുവാ എന്റെ പൊന്ന് കമാൽ പാഷ സാറേ, നാണമാവില്ലേ? ഇങ്ങനെ പൊതുജനത്തിന്റെ മുമ്പിൽ പോലും എടുത്തു കാണിക്കാൻ പറ്റാത്ത വിശ്വാസ സംഹിതയാണെങ്കിൽ ഇട്ടിട്ട് പോണം മിസ്റ്റർ. ഒരു മനുഷ്യന്റെ മുന്നിൽ പോലും ജസ്റ്റിഫൈഡ് ആവാത്ത ഒരു വിശ്വാസ സംഹിതയാണെങ്കിൽ കളഞ്ഞിട്ട് പോണം. നുണ പറഞ്ഞ് സംരക്ഷിച്ചു നിർത്തേണ്ട ഒന്നാണ് നാട്ടുകാരെ നുണ പറഞ്ഞും പെയിന്റ് അടിച്ചും ദുർവ്യാഖ്യാനം നടത്തിയും ആളുകളെ പറ്റിക്കാനുള്ള പുസ്തകവും മതവുമാണ് ഇതെന്ന് ഇവര് തന്നെ പബ്ലിക്കിൽ വന്ന് സമ്മതിക്കുമ്പോൾ പിന്നെ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാനില്ല. കാരണം ഇത് പബ്ലിക്കിനോട്, പ്രത്യേകിച്ച് ബുദ്ധി കൊടുത്ത് ചിന്തിക്കുന്ന, തലച്ചോറുപയോഗിക്കുന്ന ഒരു മനുഷ്യനും പറ്റിയതല്ല ഈ മതമെന്ന്. അതുകൊണ്ടാണ് ഈ മതം പിടിച്ചു നിർത്താൻ പറ്റാതെ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നത്. പതിനായിരക്കണക്കിന് മുസ്ലിം യുവത ഇസ്ലാം ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അലിയാർ കാസിമി കരഞ്ഞത് ഓർമ്മയുണ്ടോ? 10,000-കണക്കിന് യുവത ഇസ്ലാം ഉപേക്ഷിക്കുന്നു. എന്തുകൊണ്ടാണത്? ഈ മതത്തിൽ അവർക്ക് വിശ്വസിക്കാൻ പര്യാപ്തമായ യാതൊന്നുമില്ല എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട്.
സാധാരണക്കാരന് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നും ഇതിനകത്തില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട്. ഓക്കെ, പിന്നെ 10,000-കണക്കിന് ആളുകളാണോ ഇസ്ലാം ഉപേക്ഷിക്കുന്നത്? അല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ഇത് ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ് ഇവർക്ക് 10,000-കണക്കിന് ആളുകൾ എന്നെങ്കിലും സമ്മതിക്കേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ ഇത്രയും സമ്മതിക്കുമായിരുന്നില്ല. നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിന്റെ കള്ള് ഷാപ്പുകളിൽ പോലും മുസ്ലിം സ്ത്രീകളുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത്. എന്തുകൊണ്ടാ? മലബാർ 47% അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഇസ്ലാം മത രാഷ്ട്രമായി മാറണം എന്ന് പറഞ്ഞല്ലോ. ശരി, താത്താമാർ കള്ളുഷാപ്പുകളിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. മുസ്ലിം സ്ത്രീകൾ പാട്ടും ഡാൻസും ആട്ടവും സിനിമയും നാടകവും ഒക്കെയായി മാറിയിരിക്കുന്നു. ഇനിയും നിങ്ങളുടെ മതം പറഞ്ഞ്, പരലോകം പറഞ്ഞ്, ചൊറുകം പറഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. ഇവരാരെ കണ്ടിട്ടാ പഠിക്കുന്നത് എന്നറിയാമോ? ഇസ്ലാമിക രാജ്യങ്ങളിൽ ഓടകളിൽ നിന്ന് ഖുർആൻ വായിക്കുന്ന മുസ്ലിം പുരോഹിതന്മാരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, സൗദി അറേബ്യയിൽ ഓടയിൽ നിന്ന് ഖുർആനുകൾ കണ്ടെയ്നറുകളിൽ എടുത്തിട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഇതപ്പ ഇത്രയൊക്കെ ഉള്ളോ ഇതിന്റെ പരിശുദ്ധി എന്ന് ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിന്റെ കള്ള് ഷാപ്പുകളിൽ 2025 തട്ടമിട്ട പറുദയും മക്കനയുമിട്ട മലപ്പുറത്തെ മുസ്ലിം സ്ത്രീകളെ കൊണ്ട് ഷാപ്പുകൾ നിറഞ്ഞെങ്കിൽ കള്ള് ഷാപ്പുകളിൽ മാത്രമല്ല 2026 ബാറുകളിൽ നിന്ന് പറുദയും മക്കനയും ഇട്ട മുസ്ലിം സ്ത്രീകളെ പിടിച്ചിറക്കി കൊണ്ടുപോകുന്ന, താങ്ങിക്കൊണ്ടുപോകുന്ന മുസ്ലിം പുരുഷന്മാരെയും നമുക്ക് കാണാൻ കഴിയും. 2026 എന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ അന്ത്യം കേരളത്തിൽ എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടാണെന്നറിയാമോ? പെണ്ണ് ആടരുത്, പാടരുത്, പെണ്ണ് ഫോട്ടോ എടുക്കരുത്, പെർഫ്യൂം അടിക്കരുത്, പെണ്ണ് പുരുകം ത്രെഡ് ചെയ്യരുത്, പെണ്ണ് ലിപ്സ്റ്റിക് ഇടരുത്, ഇങ്ങനെ പെണ്ണിനു വേണ്ടി മാത്രമായിട്ടുണ്ടാക്കിയ ഒരു മതം. നിങ്ങൾക്ക് പെണ്ണ് പിടിക്കാനും പെണ്ണിനെ തളയ്ക്കാനും നിയന്ത്രിക്കാനും വേണ്ടി ഉണ്ടാക്കിയ മതം കേരളത്തിൽ അസ്തമിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് ഉടനെ തന്നെ കാണാം. കേരളമായിരിക്കും ഇസ്ലാമിന്റെ ശവപ്പെട്ടിയിൽ അവസാന ആണിയും അടിക്കുന്നത്. നോക്കിക്കോ. മുസ്ലിം സ്ത്രീകള് പോയി നിന്ന് കള്ളു കുടിക്കുന്നത് കണ്ടോ? കണ്ണു നിറയെ കണ്ടോ? ഇതിന് കഞ്ഞിവെള്ളമാണെന്നും പറഞ്ഞ് വരരുത്. ആ വീഡിയോയുടെ പുറകിൽ ഒരുപാട് ആളുകൾ ഇരുന്ന് കുടിക്കുന്നുണ്ട്. നോക്കിക്കോ. കഞ്ഞിവെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ നിർത്തേണ്ട കാര്യമില്ല. കഞ്ഞിവെള്ളം കുടിക്കുമ്പോൾ ആരും അച്ചാറൊന്നും തൊട്ടു നക്കത്തില്ല. കണ്ടില്ലേ? ഇത് എത്ര തന്നെ നമ്മൾ കാണിച്ചു കൊടുത്തിരുന്നാലും ശരി, ഇവരിതൊക്കെ നിഷേധിക്കും. എന്തിനാണെന്നറിയാമോ? എന്നാലേ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ പറ്റൂ. കണ്ടോ? മുസ്ലിം സ്ത്രീകളാ, മലയാളികളാ, മലപ്പുറത്തിന്റെ മണ്ണിലാ. ശരി, ഇത് മലപ്പുറത്താണെന്നെങ്കിലും പറയാം. എന്നാൽ പ്രവാചകൻ ജനിച്ച മണ്ണ് എന്നിവർ അവകാശപ്പെടുന്ന, മതനിയമങ്ങൾ കർശനമായി പാലിക്കുന്നു എന്ന് ഇവര് പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളിൽ കാണുന്ന കാഴ്ച എന്താ? ഇവരിതിനെ നിഷേധിക്കുന്നത് കൊണ്ടാണ് വീണ്ടും നമുക്കിവിടെ പറയേണ്ടി വരുന്നത്. ഓക്കെ, അതുപോലൊരു സാധനമുണ്ടോ ഇനിയും ഈ ഭൂലോകത്ത്? ഉണ്ടാകാനൊരു തരമില്ല കള്ളിനും ഇതും കഞ്ഞിവെള്ളമാണെന്ന് പറഞ്ഞ് വരല്ലേ. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം. ആണുങ്ങൾ കള്ളു കുടിക്കും, വഴി നീളെ ആടി നടക്കും. ആണുങ്ങൾ കള്ളു കുടിക്കും, വഴി നീളെ ആടി നടക്കും. അഭിമാനം നോക്കിയിടാതെ, അഭിമാനം നോക്കിയിടാതെ
ആപത്തിനു കൂടെ കാണും കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം മതമില്ല ജാതിയുമില്ല സമ്പത്തിൽ തൂക്കവുമില്ല മതമില്ല ജാതിയുമില്ല സമ്പത്തിൻ തൂക്കവുമില്ല അച്ചാരം കെട്ടാറില്ല അച്ചാരം കെട്ടാറില്ല ഇതിനപ്പുറം ഒരുമയുമില്ല കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം കാര്യം കാണാൻ കള്ളു വേണം കള്ളു കുടിച്ചാൽ പേരുദോഷം. ഇവര് പറയുന്നത് അറബിയെന്നോ അനറബിയെന്നോ വ്യത്യാസമില്ലാതെ സമ്പന്നനെന്നോ ദരിദ്രനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ലാതെ തോളോടു തോളു ചേർന്ന് ആളുകൾ നിൽക്കുന്ന ഒരു കേന്ദ്രമാണ് മസ്ജിദ് എന്നായിരുന്നു ഇവർ ഇതുവരെ പറഞ്ഞിരുന്നത്. സമ്പത്തിന് തൂക്കമില്ലാതെ ഇന്ന് അറബികൾ ബാറുകളിലാണ് ചെന്നിരിക്കുന്നത്. സുബ്ഹാനല്ലാ പറയാനോ സുന്നത്ത് നമസ്കരിക്കാനോ തക്ബീർ മുഴക്കാനോ അല്ല, കള്ളുകുടിയും പെണ്ണുപിടിയും അടിമച്ചന്തയും അടിമക്കച്ചവടവും എന്നു വേണ്ട, എല്ലാത്തിനും പേരുകേട്ട നാടായി ഇസ്ലാമിക രാജ്യങ്ങൾ മാറുമ്പോൾ ഇവർ ഇതിന് പറയുന്ന ന്യായീകരണമാണ് അതിലേറെ രസകരം. ആ ന്യായീകരണം കേൾക്കാതെ പോകരുത്. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ട് ഇവിടുത്തെ ഇസ്ലാമിക പണ്ഡിതന്മാർ ഒരുപാട് അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഇതിനെയൊന്നും വിമർശിക്കാത്തത് എന്നുകൂടി നമുക്കൊന്നറിയണം. മുഹമ്മദ് നബി ക്രൂരത ജീവിതത്തിലും ചെയ്യാത്ത കാരുണ്യം മാത്രം ചെയ്ത, ഞാൻ പറയുന്നു മുഹമ്മദ് നബി 1000 ആളെ തല അരിയുന്നുണ്ടെങ്കിൽ ആ അരിയിൽ കാരുണ്യമാണ്. പോരെ പോരെ മുഹമ്മദ് നബി ക്രൂരത ജീവിതത്തിലും ചെയ്യാത്ത കാരുണ്യം മാത്രം ചെയ്ത, ഞാൻ പറയുന്നു മുഹമ്മദ് നബി 1000 ആളെ തല അരിയുന്നുണ്ടെങ്കിൽ അല്ല, ജീവിതത്തിൽ കാരുണ്യം മാത്രം ചെയ്തിട്ടുള്ള പ്രവാചകൻ നേരിട്ട് ചെയ്ത യുദ്ധങ്ങൾ എത്രയാ? പറഞ്ഞയച്ച് ചെയ്യിപ്പിച്ച യുദ്ധങ്ങൾ എത്രയാ? എത്ര കൊള്ളകൾ, എത്ര കൊലകൾ, എത്ര വിധവകളെ സൃഷ്ടിച്ചു, എത്ര അനാഥകളെ സൃഷ്ടിച്ചു വിട്ടു. എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാത്ത വർഗം ഇവിടെ വന്നിട്ട് പറയാ ക്രൂരത ജീവിതത്തിൽ ഒരിക്കലും ചെയ്തിട്ടില്ലാത്ത പ്രവാചകനാണത്രേ. ശരി, നമുക്ക് കാര്യം മനസ്സിലായി. ഇത് കേട്ട ഉടനെ തന്നെ കാള പെറ്റു എന്ന് കേട്ടാൽ ഉടനെ കയറെടുക്കണമല്ലോ. ഉടനെ ഇതിനെ കുറച്ചുകൂടി ഒന്ന് അരക്കിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എം അക്ബർ പറഞ്ഞു, അതെ പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ട്, ശരിയാ. എന്നാര് പറഞ്ഞു? യുക്തിവാദികൾ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ എടുത്തിട്ടാ പറയുന്നത് പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ട് എന്ന്. പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനും ലക്ഷദ്വീപിൽ ചെന്നപ്പോൾ കുറച്ചൊന്ന് കുടിച്ചു എന്ന്. 1000 പേരുടെ തലകൾ പ്രവാചകൻ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയരിയൽ കാരുണ്യമാണ് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ആ മദ്യപാനം കാരുണ്യമാണ്. 1000കണക്കിന് സ്ത്രീകളുടെ അടുത്ത് ചെന്ന് പ്രവാചകൻ വേശ്യാവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേശ്യാവൃത്തി കാരുണ്യമാണ്. 1000 മക്കളെ അനാഥരാക്കിയിട്ടുണ്ടെങ്കിൽ ആ അനാഥരാക്കൽ കാരുണ്യമാണ് എന്ന്. അങ്ങനെ പ്രവാചകൻ എന്ത് ചെയ്താലും അതിനെ കണ്ണടച്ച് ന്യായീകരിച്ച് ഇവരുടെ ഈ വേഷം കെട്ടലുകൾ ഉണ്ടല്ലോ ഇന്ന് ആളുകൾക്ക് മനസ്സിലായിരിക്കുന്നു. അതുകൊണ്ടാണ് മുസ്ലിം സ്ത്രീകൾ തന്നെ ഈ ഇസ്ലാം എന്ന മതത്തെ പബ്ലിക്കായിട്ട് വലിച്ചെറിഞ്ഞു മുന്നോട്ട് വന്നത്. മുഹമ്മദ് ഷഹീർ, എന്താടാ ലോകത്തുള്ള എല്ലാ പള്ളിയും പോട്ടെ, കേരളത്തിലെ പള്ളിയെല്ലാം നിന്റെ തന്തയ്ക്ക് സ്ത്രീധനം കിട്ടിയതാണോ? എന്തിനാണ് നിന്റെ ഉമ്മയെ പള്ളിയിൽ കബറടക്കിയത് എന്ന്? നിന്റെ തന്തയുടെ വകയാണോടാ പള്ളി? ആണോ? ആ തന്തയ്ക്ക് വിളി കേൾപ്പിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കുമ്പോൾ ഉചിതമായത് സംസാരിക്കണം. നിന്റെ തന്തയ്ക്കോ നിന്റെ തള്ളയ്ക്കോ
നിന്റെ തള്ളയുടെ തള്ളയ്ക്കോ നിന്റെ തന്തയുടെ തന്തയ്ക്കോ തായ് വഴിയായി തറവാട് സ്വത്തായി കിട്ടിയതോ, ഇഷ്ടദാനം കിട്ടിയതോ, അതല്ലെങ്കിൽ എഴുതി രേഖപ്പെടുത്തി രജിസ്റ്റർ ചെയ്ത ഭൂമിയിലോ എന്റെ ഉമ്മച്ചിയെ കബറടക്കിയിട്ടുണ്ടെങ്കിൽ വന്നു നിന്ന് സംസാരിക്കടാ നാറികളെ. നിന്റെയൊക്കെ പറമ്പിലാണോ എന്റെ ഉമ്മച്ചിയെ അടക്കിയത്? കേരളത്തിലുള്ള എല്ലാ പള്ളികളും നിന്റെ അപ്പന്റെ അപ്പന് സ്ത്രീധനം കിട്ടിയതാണോ? തറവാട് സ്വത്തായി കിട്ടിയതാണോ? ഒരാളോട് സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിച്ചാൽ തിരിച്ചും ആ മര്യാദ കിട്ടും. മര്യാദ ഇല്ലാതെ സംസാരിച്ചാൽ തിരിച്ചിതിന്റെ അപ്പുറം ഞാൻ വിളിക്കും. ഞാൻ പറയുന്ന വസ്തുതകൾക്ക്, വിമർശനങ്ങൾക്ക് മറുപടി ഇല്ലാതെ വരുമ്പോൾ, ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളുമായി വന്നാൽ തിരിച്ചിതുപോലെ കിട്ടിയെന്നിരിക്കും. അപ്പോ ജാമിത വായിക്കൊള്ളാത്തത് സംസാരിക്കുന്നു, ചെവിയിൽ കൊള്ളാത്തത് കേട്ടാൽ വായിക്കൊള്ളാത്തത് സംസാരിച്ചെന്നിരിക്കും കേട്ടോ. നിന്റെ തന്തയുടെ തറവാട് സ്വത്തില് ആരെയെങ്കിലും കബറടക്കിയിട്ടുണ്ടെങ്കിൽ പോയി ചോദിക്കും. ചിലപ്പോ നാളെ ഞാൻ മരിച്ചാൽ എന്നെയും ചിലപ്പോൾ പള്ളിക്കാട്ടിൽ തന്നെ അടക്കുമായിരിക്കും. അതും നിന്റെ അപ്പന്റെ സ്വത്താണെന്ന് പറഞ്ഞ് നീ വരുവോ? എന്റെ ഭർത്താവ് മരിച്ചാൽ പള്ളിക്കാട്ടിൽ തന്നെ അടക്കും. എന്തേ? സ്ത്രീകളുടെ ചേലാകർമ്മം, സ്ത്രീകൾ ബാറുകളിൽ നിറഞ്ഞു നിൽക്കുന്നു, കള്ളുഷാപ്പുകളിൽ മുസ്ലിം സ്ത്രീകളെ കൊണ്ട് നിറയുന്നു. അതിന്റെ വീഡിയോ കാണിച്ച് വിമർശിക്കുമ്പോ ഒന്നും പറയാനില്ല. ഉടനെ പള്ളിക്കാടും പൊക്കി പിടിച്ചുകൊണ്ട് വരിക. എടാ, കണ്ട കള്ളുകുടിയനെയും തെമ്മാടിയെയും പെണ്ണുപിടിയനെയും കൊലയാളിയെയും പിന്നെ തീവ്രവാദികളെ ഭീകരവാദികളെ ഒക്കെ അടക്കുന്നത് ഈ പള്ളിയിലാ. അപ്പോഴൊന്നും നിനക്കൊന്നും ഒരു ചൊരുക്കും ഇല്ലടാ. ചോദിക്കാനൊന്നും ഇല്ലടാ നിനക്ക്. സദ്ദാം ഹുസൈനു വേണ്ടി മയ്യത്ത് നമസ്കരിച്ച നാട്, അജ്മൽ കസബിന് വേണ്ടി മയ്യത്ത് നമസ്കരിച്ച നാട്, യഹ്യാ സിൻവാറിന്റെയും ഇസ്മായിൽ ഹനിയയുടെയും ചോരയ്ക്ക് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ മാർച്ച് നടത്തിയ നാട്, അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത കുറച്ച് തെണ്ടികൾ മര്യാദ പഠിപ്പിക്കാൻ വന്നേക്കുക. മുഹമ്മദ് നബി എല്ലാ മുസ്ലിമിന്റെയും സ്വത്ത് തന്നെയാണ്. അവരെ കുറിച്ച് പറയുമ്പോൾ ആരായാലും പ്രതികരിക്കില്ലേ? വേണം, പ്രതികരിക്കണം. മുഹമ്മദ് നബി നിന്റെ മാത്രം തറവാട് സ്വത്തല്ലല്ലോ. അതേ മതത്തിൽ തന്നെ ജനിച്ച ആളാടാ ഞാൻ. ഇല്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ. നബി ചെയ്തതും പറഞ്ഞതും പഠിപ്പിച്ചതുമൊക്കെയാണ് ഇന്ന് ഹദീസ്. പ്രവാചകൻ ഒരു തുറന്ന പുസ്തകമായതുകൊണ്ട് പ്രവാചകനെ നിനക്ക് സ്നേഹിക്കാനും അനുധാവനം ചെയ്യാനും സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ എനിക്ക് വിമർശിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇത് ജനാധിപത്യ ഭാരതമാണ്, ഇത് ഭാരതമാ. പ്രവാചകനെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാം. 1000 പേരുടെ തലകൾ അരിഞ്ഞ പ്രവാചകന്റെ കാരുണ്യത്തെ കുറിച്ച് പറയുന്നത് ഇസ്ലാം മത പണ്ഡിതനാ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ടോ? ഉള്ള കാര്യം പറയുമ്പോൾ തുള്ളിയിട്ട് കാര്യമില്ല. ഉള്ളതാണല്ലോ പറയുന്നത്. അപ്പോ മിണ്ടാതൊരു മൂലക്കിരുന്നിട്ട് അങ്ങോട്ട് കേൾക്കുക. ഇപ്പോ പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഒരാള് സംസാരിച്ചത് കൊണ്ട് മാത്രം കേരളത്തിൽ എന്തെങ്കിലും നവോത്ഥാനം പുൽകുമോ എന്ന് ചോദിക്കാറുണ്ട്. അന്ന് സുഭാഷ് ചന്ദ്രബോസിനെ പോലെയുള്ള ആളുകൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നില്ലായിരുന്നെങ്കിൽ, ശരി, ഗാന്ധിയും അതിന്റെ ഭാഗമായിക്കോട്ടെ, അങ്ങനെയാണല്ലോ നമ്മൾ ഇതുവരെ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഈ രാജ്യം ഇന്നും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അകപ്പെടത്തില്ലായിരുന്നു, അവരങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ തുറന്ന് പറയാൻ തുടങ്ങിയതോടെ കേരളത്തിന്റെ മതേതരത്വം ഉണർന്നു. അവർക്കും പ്രതികരിക്കണമെന്ന് മനസ്സിലായി. 1921 ഹിന്ദുക്കൾ മുസ്ലിങ്ങളുടെ വാളിനു മുമ്പിൽ തലകൾ നീട്ടിക്കൊടുത്തതുപോലെ ഇനി നടക്കില്ല എന്ന് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെടണമെങ്കിൽ ഉരുളയ്ക്കുപ്പേരി പോലെ കൊടുക്കേണ്ടിടത്ത് കൃത്യമായ രൂപത്തിൽ മറുപടി കൊടുക്കുക തന്നെ വേണം. 21 നടന്നത് ലക്ഷണമൊത്ത വർഗീയ കലാപമായിരുന്നു എന്നും ഹിന്ദു വംശഹത്യയായിരുന്നു എന്നും പറയാൻ ഏതാണ്ട് 100 വർഷങ്ങൾ വേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം. 1921 കഴിഞ്ഞത് 2025 വരെ വേണ്ടി വന്നു ഇവർക്കതൊന്ന് തുറന്ന് പറയാൻ. ശരി, ഇപ്പോഴെങ്കിലും തുറന്ന് സമ്മതിക്കുന്നതിൽ സന്തോഷം. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാച്ചിങ് വേർഡ് പറഞ്ഞു. കേരളം ഇപ്പോഴും പഠിപ്പിക്കുന്നത് ഗാന്ധിയെ കൊന്നത് ഗോഡ്സെയാണ് എന്നാണ്.
അതിൽ ആർക്കും തർക്കമില്ല, ഗാന്ധിയെ കൊന്നത് ഗോഡ്സെ തന്നെയാണ്. പക്ഷെ ഗാന്ധിയെ കൊന്നത് RSS ആണ് എന്ന് ശിവൻകുട്ടിക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. അവിടെയാണ് പ്രശ്നം. അതായത് ചരിത്ര വസ്തുതകളെ വളച്ചൊടിച്ച് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ അവരുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അവർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് അതേപോലെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല. ഗാന്ധിവധം പഠിപ്പിക്കുമ്പോ NEP-യിൽ ഒപ്പിട്ട് കഴിഞ്ഞ ഒരു സംസ്ഥാനം ഗാന്ധിവധത്തിൽ വേണമെങ്കിൽ അവർക്ക് പറയാം, പഠിപ്പിക്കാം, ഗാന്ധിയെ കൊന്നതിന്റെ പേരിലുള്ള ഗൂഢാലോചനയിൽ RSS-നെ നിരോധിച്ചിരുന്നു. എന്നാൽ ഒരു വർഷം കഴിയുമ്പോൾ ഗൂഢാലോചനയിൽ RSS-ന് പങ്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് നിരോധനം നീക്കിയിരുന്നു എന്നും അവർക്ക് പഠിപ്പിക്കേണ്ടി വരും. കപൂർ കമ്മീഷൻ കണ്ടെത്തിയ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പഠിപ്പിക്കേണ്ടി വരും. ഞാൻ രണ്ട് കാര്യങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഒന്ന്, അത് വലിയ ചർച്ചയായി, വിവാദമായി. ഞാൻ വിവാദമാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒന്ന്, ഡോക്ടർ ഹെഡ്ഗേവാറിന്റെയും ദീനദയാൽ ഉപാധ്യായന്റെയും സാവർക്കറുടെയും കാര്യമായിരുന്നു. ശരിയാണ്, സാവർക്കറെ കുറിച്ച് ഇവിടെ പഠിപ്പിക്കാം, പഠിപ്പിക്കാതിരിക്കാം. പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ സാവർക്കർ ഷൂ നക്കി ബ്രിട്ടീഷുകാരുടെ എന്നിവിടെ പഠിപ്പിക്കാൻ സാധിക്കില്ല. സാവർക്കറുടെ ശരിയായ ചരിത്രം, അദ്ദേഹം ആൻഡമാനിൽ അനുഭവിച്ച ദുരിതങ്ങൾ, അത്ര പതിറ്റാണ്ടുകൾ കടന്ന ചരിത്രം, ഇതൊക്കെ പറയേണ്ടി വരും. ഇനി അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത് വിചാരിക്കുക. അടിയന്തരാവസ്ഥയെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇപ്പൊ അവർ പഠിപ്പിക്കുന്നത് എന്താണ്? അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ലോക്ദളും സമാനമായ 4 പാർട്ടികളും ചേർന്ന് ജനതാ പാർട്ടി ഉണ്ടാക്കിയെന്നാണ് അവർ പഠിപ്പിച്ചത്. അത് ഇനി അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ലോക്ദളും ജനസംഘവും എല്ലാം ചേർന്ന്, സംഘടനാ കോൺഗ്രസും എല്ലാം ചേർന്ന് ജനതാ പാർട്ടി ഉണ്ടാക്കിയെന്ന് അവർക്ക് പഠിപ്പിക്കേണ്ടി വരും. ഇങ്ങനെ ഓരോ കാര്യം, ഇപ്പൊ മാപ്പിള കലാപം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കേരളത്തിൽ. മലബാർ ലഹളയെ കുറിച്ചാണ് അവർ പഠിപ്പിക്കുന്നതെങ്കിൽ ഒരു കർഷക ലഹളയായിട്ട് അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. മലബാർ ലഹളയിൽ നടന്ന അതിഭീകരമായിട്ടുള്ള വംശഹത്യയെ കുറിച്ച് കൂടി അവർക്ക് പഠിപ്പിക്കേണ്ടി വരും. എന്താ കാരണം? SCERT ആണ് കരിക്കുലം തയ്യാറാക്കുന്നതെങ്കിലും എല്ലാ മാസവും അതിന്റെ റിവ്യൂ ഉണ്ട്. SCERT എന്തെല്ലാം കാര്യങ്ങൾ തയ്യാറാക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളിലും റിവ്യൂ ഉണ്ട്. NCERT-യുടെയും ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെയും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ ഇവിടെ പാഠ്യപദ്ധതി പരിഷ്കരിക്കാൻ സാധിക്കൂ. ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ പഠിച്ച ഇന്ത്യയുടെ വളച്ചൊടിക്കപ്പെട്ട ചരിത്രം ഇനി നമ്മുടെ മക്കളുടെ മക്കൾ പഠിക്കേണ്ടി വരില്ല. ആ ചരിത്രങ്ങളൊക്കെ ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. കണ്ടോ, കാലം മാറിപ്പോയി, മനുഷ്യൻ മാറി മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു മുസ്ലിം പെൺകുട്ടിയായതിന്റെ പേരിൽ സമർത്ഥമായി പഠിച്ചിട്ട് ഒരു സമ്മാനം വാങ്ങാൻ വേദിയിലേക്ക് കയറാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റില്ല. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ ആ വേദി മുഴുവനും മുസ്ലിം പെൺകുട്ടികളെ കൊണ്ട് നിറയും. എന്താ ചെയ്താല് എന്ന് ചോദിക്കും. പെണ്ണ് പാടരുത് എന്ന് പറഞ്ഞാൽ എന്താ പാട്ടു പെണ്ണ് പാടിയാല് എന്ന് ചോദിക്കും. തട്ടമിട്ട് മുസ്ലിം പെണ്ണ് ഒരു പാട്ടുപാടിയാൽ എന്തേ അള്ളാഹുവിന്റെ സിംഹാസനം ഇടിഞ്ഞു വീഴുമോ തകർന്നു വീഴുമോ എന്ന് ചോദിക്കത്തക്ക രൂപത്തിൽ മുസ്ലിം പെൺകുട്ടികൾ ശക്തമായ രൂപത്തിൽ പ്രതികരിക്കാൻ പഠിച്ചിരിക്കുന്നു. മണൽത്തരികളെ പോലെ നിങ്ങൾ എത്രമാത്രം മുറുകെ പിടിച്ച് പെണ്ണുങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നു, അത്ര കണ്ട് അവർ ആ നിയന്ത്രണ രേഖകൾ പൊട്ടിച്ചെറിഞ്ഞു മുന്നോട്ട് വരും. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ച ഈ ഇസ്ലാമിക ചരിത്രകാരന്മാർ, മുഗളന്മാർ, ഗാന്ധി, ഗോഡ്സെ, സുഭാഷ് ചന്ദ്രബോസ്, ഇവരെ കുറിച്ചിട്ടൊക്കെ നമ്മൾ അറിഞ്ഞതും പറഞ്ഞതും പഠിച്ചതും പഠിപ്പിച്ചതും അല്ല ശരി. നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ വരുന്ന തലമുറയെ നല്ല രൂപത്തിൽ ഊർജസ്വലരായ, യുക്തിബോധമുള്ള, യുക്തി വിചാരമുള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരണമെങ്കിൽ അവർ ശരിയായ രാജ്യത്തിന്റെ ചരിത്രം പഠിക്കണം. ഇത് തന്നെയാണ് നമ്മളും ആഗ്രഹിച്ചത്. വളച്ചൊടിക്കപ്പെട്ട ചരിത്രം, 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതത്തിനു വേണ്ടി കുനിഞ്ഞു നിൽക്കാൻ പറയുമ്പോൾ മുട്ടിലിഴയുന്ന രാഷ്ട്രീയക്കാരെ കണ്ടിട്ടാണ് നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ പെൺകുട്ടികൾ പഠിച്ചു വരുന്നത്. എന്തേ പാണക്കാട്ടെ കൊച്ചുബീവിക്ക് സോഷ്യൽ മീഡിയയിൽ വരാമെങ്കിൽ, അവർക്കൊരു ഇൻഫ്ലുവൻസറായി വരാമെങ്കിൽ, മുഖം മറയ്ക്കാതെ ഒരു പുരുഷനോടൊപ്പം കോമൺ ആയിട്ട് ഒരു ചാനലിൽ വന്നിരുന്ന് ഇന്റർവ്യൂ കൊടുക്കാമെങ്കിൽ, എന്തേ പാവപ്പെട്ട ഒരു മുസ്ലിം കുടുംബത്തിലെ പെൺകുട്ടിക്ക് സമർത്ഥമായി പഠിച്ചതിന്റെ പേരിൽ ഒരു സമ്മാനം വാങ്ങാൻ വേദിയിൽ വന്നാൽ എന്തേ അള്ളാഹുവിന്റെ സിംഹാസനത്തിന്റെ കാലൊടിഞ്ഞു പോകുമോ എന്ന് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചോദിക്കാനും വിമർശിക്കാനും മുസ്ലിം പെൺകുട്ടികൾ വളർന്നുപോയി. അതിന് ഇവർക്ക് വിനയായത് എന്താണെന്ന് അറിയാമോ? ലാ തുഅല്ലിമൂഹുന്നൽ കിതാബത, പെണ്ണിനെ എഴുത്ത് പഠിപ്പിക്കരുത് എന്ന് പറഞ്ഞു. ബ്രിട്ടീഷുകാർ അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട് പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു നയം സ്വീകരിച്ചു. 10ാം ക്ലാസ് വരെ നിർബന്ധിതമായിട്ടുള്ള ഭൗതിക വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കണം എന്ന ഒരു നയം വന്നതോടുകൂടി ഇവരുടെ ആസനത്തിൽ അടികിട്ടി.
ആ വിദ്യാഭ്യാസം ഇവർക്ക് വിനയായി. അലിമുഹുന്നൽ ഹയാത്തുത്ത പെണ്ണിനെ തുന്നല് പഠിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഇന്ന് എത്ര പെണ്ണുങ്ങൾക്ക് തുന്നൽ അറിയാം? എനിക്കറിയില്ല കേട്ടോ. എഴുത്തും വായനയും അറിയാത്ത എത്ര പെണ്ണുങ്ങളുണ്ട്. അതിന്റെ അർത്ഥം മതത്തിന്റെ സ്വാധീനമുണ്ടല്ലോ ഇന്നത്തെ യുവതലമുറ വലിച്ചെറിയാൻ കാരണം ഇത് ഒരു കാലത്തിനും അനുയോജ്യമല്ലാത്തതാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ്. ഒരു കാലത്തിനും യോജിക്കാത്ത ഒരു ആശയം, ഒരു മതം, ഒരു മതനിയമമാണ് ഇത് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോ നമ്മുടെ ബാലുശ്ശേരി പറഞ്ഞ ഇറച്ചി കഷ്ണത്തിന്റെ വീഡിയോ ഞാൻ കേൾപ്പിച്ചല്ലോ, ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ. ഒരു പെണ്ണിനെ പുരുഷൻ ഇങ്ങനെ നോക്കുമ്പോൾ, അത് മദ്രസയിൽ അധ്യാപകനായാലും സ്കൂളിലെ അധ്യാപകനായിരുന്നാലും ശരി, ഒന്ന് നോക്കുമ്പോൾ അവന്റെ ഉള്ളിൽ ഹോർമോൺ ലൗഡ് സ്പീക്കർ വെച്ചിട്ട് വിളിച്ചു പറയും, എടാ അവള് നിനക്ക് ഭോഗിക്കാനുള്ള വെറും ഒരു ഇറച്ചി കഷ്ണമാണ്, പോയി കടിച്ചു തിന്നോ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് പുരുഷൻ പെണ്ണിനെ കാണുമ്പോൾ, അവളുടെ കക്ഷം കാണുമ്പോൾ, കഴുത്ത് കാണുമ്പോൾ, തോള് കാണുമ്പോൾ, മാറിടത്തിന്റെ പകുതി കാണുമ്പോൾ, തുട കാണുമ്പോഴൊക്കെ ചെന്ന് പിടിക്കുന്നത്, അവന്റെ കണ്ണിൽ അവന്റെ ഹോർമോൺ അവന് കാണിച്ചു കൊടുക്കുന്നത് അതൊരു ഇറച്ചി കഷ്ണമായിട്ടാണ്. ന്യൂറോൺ സിസ്റ്റം ഒക്കെ ഹലാലായാലുള്ള പ്രശ്നമാണിത്. മുഖല്ലേ നമ്മളിപ്പോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, ഞങ്ങളുടെ സ്ത്രീകൾ മുഖം മറക്കില്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓരോ മുഖല്ലേ, ഓരോ മുഖം വേറൊരുത്തം കണ്ടിട്ട് ഓരോരോ അട്രാക്ഷൻ തോന്നണ്ടാന്ന് അവർക്ക് തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയോ? ഒരു സ്വർണ്ണക്കടയുടെ ഷട്ടർ വെറുതെ തുറന്നിട്ട് രാത്രി എല്ലാരും പോയാൽ കള്ളന് കയറാനുള്ള പ്രവണത കൂടുവോ കുറയോ? അവിടെ സെക്യൂരിറ്റി ഇല്ല, പോലീസ് ഇല്ല, നല്ല ഇരുട്ടാണ്, ഷട്ടർ തുറന്നും വെച്ചിട്ടുണ്ട്, കള്ളന്മാര് കയറൂലേ? അതുപോലെ ഏതൊരു പെൺകുട്ടിയും പ്രേമിച്ചു തുടങ്ങിയോളം മുഖം കണ്ടിട്ടാണ്. എന്റെ മുഖം എനിക്ക് മറക്കാൻ പറ്റില്ല പ്രിയേയും, അങ്ങനല്ലേ? ചന്ദ്രനെ പോൽ വിളങ്ങുന്നു ചന്ദ്രികേ നിൻമുഖം എങ്കിലും എന്നാണ് അവിടെ മുഖമാണ്. അതുകൊണ്ട് ഒരു പെണ്ണിന് തോന്നുകയാണ് എന്റെ മുഖം കണ്ടപ്പാണ് ഓന് രോഗം ഉണ്ടായതെന്ന് തോന്നുക, ആ മുഖമൊക്കെ മറച്ചേക്കണമെന്ന് തോന്നി. അതിൽ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ നിങ്ങളുടെ മുഖം അല്ലേ മറക്കണത്? ഓളോളോ മുഖല്ലേ? എന്നിട്ട് അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കാം, അല്ല ഉത്തരേന്ത്യയിൽ ഉമ്മ പ്രസവിച്ച പോലെ കുറെ സന്യാസിമാരുണ്ടല്ലോ, നൂല് ബന്ധം പോലും ഇല്ല. അല്ല ഉസ്താദെ, പെണ്ണ് മുഖം മറയ്ക്കുന്നത് എന്തിനാ? പുരുഷന് പെണ്ണിന്റെ മുഖം കണ്ടാൽ കാമം തോന്നുമല്ലേ? പുരുഷനല്ലേ ഉസ്താദെ കൺട്രോൾ ഇടേണ്ടത്? പുരുഷന് കൺട്രോൾ ഇടുകയല്ലേ ചെയ്യേണ്ടത്? ആരോ ഒരാൾ ഒരു ഓഞ്ഞ കമന്റുമായിട്ട് വന്നിട്ടുണ്ട്. ആരാണ്? അംബരീഷ് മുരളീധരൻ. ശരി ടീച്ചറെ, നമസ്കാരം. ഞാനൊരു ഹൈന്ദവ വിശ്വാസിയാണ്. വളരെ സന്തോഷം. ടീച്ചറുടെ ആശയങ്ങളെ പരിപൂർണമായും അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല, ഞാനത് ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ വിശ്വാസിയായിരിക്കുന്നത് പോലെ മറ്റ് വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും വേണം. ആയിക്കോട്ടെ, ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ആളല്ല ഞാൻ. നിങ്ങളെപ്പോലെ ഞാനും ചിന്തിക്കണമെന്ന് നിങ്ങൾ എങ്ങനെ പറയും? ഞാൻ മറ്റു വിശ്വാസങ്ങളെ ബഹുമാനിക്കുന്ന ആളല്ല. ബഹുമാനിക്കണം എന്ന് നിങ്ങൾക്ക് എന്നെ നിർബന്ധിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നിങ്ങൾക്ക് വിമർശിക്കാൻ ഇഷ്ടമില്ല, വിമർശിക്കേണ്ട ഒരു മൂലയ്ക്ക് പോയി മിണ്ടാതിരുന്നോ. വിമർശിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ, എനിക്ക് ധൈര്യവുമുണ്ടല്ലോ. അതുകൊണ്ട് അതാണ് അതിനുള്ള മറുപടി. ഇനി പൊന്നു സുഹൃത്തെ, ഇതുകൂടി ഒന്ന് കേൾക്കുക. ഇത് വിമർശനമല്ല, ഉള്ള കാര്യങ്ങളാ പറയുന്നത്. നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുപാട് ജനാധിപത്യ വിരുദ്ധതകളും സ്ത്രീ വിരുദ്ധതകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മതത്തിലാണ് ഞാൻ ജനിച്ചത്. അതിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ടു. മറ്റുള്ളവർക്ക് ബോധോദയം നൽകാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ആ മതത്തിനകത്തുള്ള മാനവിക രാഹിത്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ താങ്കൾ അത് ഉൾക്കൊള്ളുകയല്ലേ ചെയ്യേണ്ടത്. സ്ത്രീകൾ മുഖം മറയ്ക്കുന്ന വേഷം ധരിക്കുന്നത് എന്തിനാണ്? അല്ല, എന്നെ പോലെ ചിന്തിക്കാൻ പറഞ്ഞില്ല എന്ന് അംബരീഷൻ പറഞ്ഞു. പിന്നെ അംബരീഷൻ ഇത് വന്ന് ഇവിടെ എഴുതിയിടേണ്ട കാര്യമില്ലല്ലോ. അംബരീഷൻ ഇത് വന്ന് ഇവിടെ എഴുതിയിട്ടത് എന്തിനാ? അംബരീഷനോട് ഞാൻ ചോദിച്ചോ എന്നെ പോലെയാണോ നിങ്ങളെന്ന്? മറ്റ് വിശ്വാസങ്ങളെ നിങ്ങൾ ബഹുമാനിക്കുമോ എന്ന് ഞാൻ ചോദിച്ചോ? ഇല്ലല്ലോ. പിന്നെ താങ്കൾക്ക് ഇതിവിടെ പറയേണ്ട ഒരു കാര്യവും ഇല്ലല്ലോ. താങ്കൾ ചിന്തിക്കുന്നത് പോലെ എല്ലാവരും ചിന്തിക്കണം എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? അല്ലെങ്കിൽ പിന്നെ ഞാനൊരു ഹിന്ദു വിശ്വാസിയാണ്, എല്ലാ വിശ്വാസങ്ങളെയും ഞാൻ മാനിക്കുന്നു, ആയിക്കോട്ടെ. ഞാൻ അങ്ങനെ അല്ല എന്നുള്ളത് കൊണ്ടല്ലേ താങ്കൾ ഇത് ഇവിടെ വന്ന് എഴുതിയിട്ടത്. ഒരു ബ്യൂട്ടി കോൺഷ്യസിനെ കുറിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോയ്ക്ക് താഴെയാണെങ്കിൽ താങ്കൾ അത് എഴുതുമോ? ഞാനൊരു ഇസ്ലാം മത വിമർശകയാണ്, അതുകൊണ്ടാണ് താങ്കൾ വന്ന് ഇവിടെ എഴുതിയിട്ടത്.
അല്ലെങ്കിൽ താങ്കൾക്ക് അതിന്റെ ആവശ്യമേ ഇല്ല. അപ്പോ എന്റെ മതത്തിലെ സ്ത്രീ വിരുദ്ധതകളെ കുറിച്ച് ഞാൻ പറയാതെ പിന്നെ അംബരീഷൻ പറയുമോ? ഇത് ഫോളോ ചെയ്യുന്ന മതവിശ്വാസികൾ പറയുമോ? ഈ മതം ഉപേക്ഷിച്ച് എനിക്കല്ലേ ഇത് ഫ്രീ ആയിട്ട് പറയാൻ പറ്റുള്ളൂ, യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ, സെൻസറിങ്ങും ഇല്ലാതെ. അപ്പോ താങ്കൾ ഇനി മുസ്ലിം ആയിരുന്നാലും, താങ്കളുടെ അക്ഷരത്തെറ്റിൽ അതുണ്ട്, താങ്കൾ ഇനി മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും അത് എന്നെ ബാധിക്കുന്ന വിഷയമേ അല്ല. ഈ മതത്തിലെ മാനവരാഹിത്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു സ്ത്രീ ഹിജാബ് ഇടുന്നു, എന്തിനാ ഇടുന്നത്? പുരുഷൻ അവളെ കാണുമ്പോൾ പുരുഷന് അവളെ കയറി പിടിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാകും, അത് മറയ്ക്കാനാ. അങ്ങനെയാണെങ്കിൽ മുസ്ലിം സ്ത്രീകൾ മുഴുവനും പർദ്ദയിട്ടെന്ന് വിചാരിക്കുക, ഇസ്ലാം മതത്തെ വിശ്വസിക്കാത്ത സ്ത്രീകളുടെ കക്ഷവും വയറും തോളും കഴുത്തും ഒക്കെ കാണത്തില്ലേ? അവരെ പിടിക്കാനും തോന്നത്തില്ലേ? അതിന്റെ അർത്ഥം എന്താ? പുരുഷന്റെ കണ്ണിനാണ് നിയന്ത്രണം വേണ്ടത്. മുസ്ലിം സ്ത്രീകളെ മാത്രം കാണുമ്പോഴാണോ പുരുഷനിലെ പുരുഷ ഹോർമോൺ ഉണർന്ന് പ്രവർത്തിക്കുക? ആണോ? അപ്പോ അംബരീഷ് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ കൂടി ഞാനിവിടെ പ്ലേ ചെയ്യാം. അതും കൂടി കേട്ടിട്ട് പോയാൽ മതി സുഹൃത്തെ. കേട്ടോ? ബലാത്സംഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രജ്ഞരും പറയുന്നത്, നിങ്ങൾക്കറിയോ, 5 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകൾ, അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും. ഇന്ന് അംബരീഷ്, ഞാൻ കുറ്റം പറഞ്ഞതല്ല ടീച്ചറെ. ഇത്രയും നാളും ഈ രീതിയിൽ വിമർശനം കൊണ്ട് എന്ത് മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചു? ഇപ്പൊ താങ്കൾക്ക് ഒന്ന് പബ്ലിക്കായിട്ട് കമന്റ് എഴുതിയിടാൻ സാധിച്ചില്ലേ? ഇതൊരു മാറ്റമാണ്. കണ്ണുകൊണ്ട് കാണണം, അപ്പോഴേ ഈ സമൂഹത്തിലെ മാറ്റം അറിയാൻ പറ്റുള്ളൂ. താങ്കൾക്ക് വീട്ടിൽ വന്ന് ഈ മാറ്റങ്ങളൊക്കെ എണ്ണി എണ്ണി വന്ന് എഴുതി പറഞ്ഞു തരട്ടെ? അല്ലെങ്കിൽ അഡ്രസ്സ് എഴുതിയിട്ട് കത്തെഴുതി ഞങ്ങൾ ആരെങ്കിലും അയച്ചു തരാം. എനിക്ക് ഒരുപാട് അഡ്മിന്മാരുണ്ട്. ഇവരാരെങ്കിലും ഇന്ന് ഈ കാണുന്ന മാറ്റങ്ങൾ എഴുതിയിട്ട് അയച്ചു തരും. സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാറില്ല അല്ലേ? വലിയ പിടിപാടൊന്നും ഇല്ലാന്ന് തോന്നുന്നല്ലേ? ഓണാഘോഷവും ക്രിസ്മസ് ആഘോഷവും റാലിയും മുസ്ലിം പെൺകുട്ടികളുടെ മാറ്റവും മുസ്ലിം സമുദായത്തിന്റെ കമ്മ്യൂണിറ്റിയുടെ മാറ്റവും അവരുടെ പ്രതികരണ ശേഷിയും ഒന്നും കാണാറില്ല എന്ന് തോന്നുന്നല്ലേ ആള്? പുതിയ സിനിമ സംവിധായകന്മാരെ, പുതിയ സിനിമ നടിമാരെ, നടന്മാരെ ഒന്നും കാണുന്നില്ല എന്ന് തോന്നുന്നു അല്ലെ? പുതിയ ഡോക്ടർമാരെ, എഞ്ചിനീയർമാരെ, കളക്ടർമാരെ, അതുപോലെ സ്കൂളിലെ അധ്യാപികമാരെ ഒന്നും കാണുന്നില്ല എന്ന് തോന്നുന്നല്ലേ? ഓ, അതാണ് അംബരീഷിന്റെ പ്രശ്നം. ശരി, ഒന്ന് കണ്ണു തുറന്ന് ചുറ്റിലും ഒന്ന് കണ്ണോടിച്ച് നോക്കണേ. ഒരു 40-50 കൊല്ലത്തിന് മുമ്പുണ്ടായിരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ആണോ ഇപ്പോഴുള്ളത് എന്ന് താങ്കൾക്ക് മനസ്സിലാകും കേട്ടോ. താങ്കളെ ഇതെല്ലാ മാറ്റവും പറഞ്ഞു പഠിപ്പിക്കാനൊന്നും പറ്റില്ല. ഇപ്പോ കള്ളുഷാപ്പിലെ മുസ്ലിം സ്ത്രീകളെ കണ്ടില്ലേ? മുസ്ലിം സ്ത്രീകൾ വീട്ടിനകത്ത് പേറിയന്ത്രമായിട്ട് ഇരുന്നതാ ഇപ്പൊ മാറിയില്ലേ? ഈ മാറ്റങ്ങളൊക്കെ കാണണമെങ്കിലേ തലച്ചോറ് കൊണ്ട് ചിന്തിക്കണം അംബരീഷ. അംബരീഷന്റെ പേര് പോലെ തന്നെ അംബരീഷൻ ആരാണ് എന്നും ആ അക്ഷരത്തെറ്റോടുകൂടി എഴുതിയപ്പോൾ തന്നെ താങ്കളുടെ ഇന്റൻഷൻ എന്തായിരുന്നെന്നും വ്യക്തമായി. വളരെ നന്ദി സുഹൃത്തെ. എന്തായിരുന്നാലും താങ്കൾ വന്ന് ആ കമന്റ് എഴുതിയിട്ടത് കൊണ്ട് എനിക്ക് അത്രയും കൂടി ഒന്ന് പൊളിച്ചടുക്കാൻ പറ്റി എന്നതാണ് സത്യം. അപ്പോ ഒരു മുസ്ലിം സ്ത്രീ ഹിജാബ് ഇടുന്നത് എന്തുകൊണ്ടാണ് എന്നറിയാമോ? അംബരീഷ് ഇനി ഇതിനകത്ത് കമന്റ് എഴുതരുത്. പോയി ഒരു മൂലയ്ക്ക് പോയിരുന്നോ. ഞാൻ എങ്ങനെ വിമർശിക്കണം എന്ന് ഞാനാ തീരുമാനിക്കുന്നത്. എന്നോട് അങ്ങനെ ചെയ്യരുത്, രൂക്ഷമായി പോയി എന്ന് പറയാൻ താങ്കൾ ആരാ? ഞാൻ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾ ആരാ? എന്നെ നിർദ്ദേശിക്കാൻ നിങ്ങൾ ആരാ? ഞാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ തീരുമാനിക്കും. അംബരീഷൻ ഇനി ഇതുപോലെയുള്ള കമന്റുമായിട്ട് വന്നാൽ അംബരീഷിനെ എടുത്ത് പുറത്തിട്ടേരെ കേട്ടോ. അപ്പോ ഒരു പെണ്ണ് ഹിജാബ് ഇടുന്നത് എന്തിനാ? പുരുഷന്റെ പ്യൂരിറ്റി സൂക്ഷിക്കാനാ. പുരുഷന് നാളെ സ്വർഗം കിട്ടാനാ. പെണ്ണിനെ കാണുമ്പോൾ പുരുഷന് കാമമുണ്ടാകുന്നു. ആ കാമത്തെ നിയന്ത്രിക്കാൻ അപ്പൊ മുസ്ലിം സ്ത്രീകളിൽ നിന്നും മാത്രം മുസ്ലിം പുരുഷന്മാർക്ക് കാമത്തെ നിയന്ത്രിച്ചാൽ മതിയോ? 1. വിമർശനം 2. മുസ്ലിം പുരുഷന്മാർ അനിയന്ത്രിതമാം വിധം കാമഭ്രാന്തുള്ളവരാണ് എന്നാണ് പറഞ്ഞത്. മുസ്ലിം പുരുഷന്മാർ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഉദ്ധാരണമുണ്ടാകുന്നവരാണെന്നും കാമഭ്രാന്തന്മാരാണെന്നും ബലാത്സംഗ വീരന്മാരാണെന്നുമാണ് പറഞ്ഞത്. ഇത് മുഴുവൻ മുസ്ലിം പുരുഷന്മാരെയും ബാധിക്കുന്ന വിഷയമാണ്. ഇനിയും കൃത്യമായിട്ട് കേട്ടോ, ചെവി തുറന്ന് കേട്ടോ.
ബലാത്സംഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രജ്ഞന്മാരും പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കറിയോ 5 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകൾ, അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും. ഇന്ന് മക്കളെ ഒക്കെ എടുത്തിട്ട് ഒരു സ്ത്രീ ട്രെയിനില്, ഞാൻ പറയുന്നത് നിങ്ങൾ സയൻസ് മറീനെ പഠിക്കണം. അല്ല, ഈ കൈത്തന്റെ ഒക്കെ കാണിച്ച് കച്ചമൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നത് അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ 10 ഇരട്ടി ഉയർന്നു നിൽക്കും. ആ ഹോർമോൺ ഹൈയിലേക്കെത്തി എങ്ങനെ അറിയോ? കാഴ്ച കാണും തോറുമാണ്, സ്ത്രീയുടെ സൗന്ദര്യം കാണും തോറുമാണ്. അത് കാണും തോറും വികാരത്തിന്റെ സമ്മിറ്റിലേക്ക് അവൻ എത്തും. അങ്ങനെ എത്തുമ്പോ പിന്നെ അവൻ ഒരു വികാര ജീവിയാണ്. അവന്റെ പ്രേമത്തിന്റെ ആരാധനായ ഒരു വികാര ജീവിയാണ്. വിവേകം ബ്രെയിൻ നഷ്ടപ്പെടും. പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയോ? 5 വയസ്സുള്ള പെൺകുട്ടിയെ പറ്റി അവന്റെ മനസ്സിലെന്നറിയോ? പെണ്ണേ, എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ. അതുകൊണ്ടാ പിടിച്ചോട് അധ്യാപകർ വരെ കുട്ടികളെ പിടിക്കുന്നത് എന്തുകൊണ്ടാ? നിങ്ങൾ ശരിക്കും, ഞാൻ ആരെയും നിരപരാധിയാക്കല്ല, നമ്മുടെ മക്കളെ നമ്മൾ ഇടിക്കുന്നു. ഇവന് 5 വയസ്സുള്ള ഒരു കുഞ്ഞുണ്ട് എന്ന് വിചാരിക്കുക. 5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞുണ്ട് എന്ന് വിചാരിക്കുക. ബാക്കി നിങ്ങൾ ചിന്തിച്ചാ മതി. ആ കുഞ്ഞിവന്റെ മടിയിൽ വന്നിരിക്കുമ്പോൾ, ഇവനെ ഒന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ, ഇവനെ ഒന്ന് ചുംബിക്കുമ്പോൾ, ഇവന്റെ മടിയിലൊന്ന് ഇരിക്കുകയോ കിടക്കുകയോ ഇവനെ ടച്ച് ചെയ്യുകയോ ചെയ്താൽ ഇവൻ ആ കുഞ്ഞിനോട് തോന്നുന്ന വികാരത്തെ കുറിച്ചിട്ടാണ് ഈ തെണ്ടി പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ പറയുന്നത്. അപ്പോ ഈ കുഞ്ഞിനെ നോക്കുമ്പോൾ, പെണ്ണേ, അല്ല, ആ പെണ്ണേ, നീ വെറും ഒരു ഇറച്ചി കഷ്ണമാണ് എന്റെ വികാരം ശമിപ്പിക്കാനുള്ളത് എന്ന്. ഇത് നെഞ്ചിൽ കൈവച്ച് പെൺമക്കളുള്ള പിതാക്കന്മാരൊന്ന് കേൾക്കണം. നിങ്ങളൊക്കെ ഇങ്ങനെയാണോ നിങ്ങളുടെ മക്കളെ കാണുന്നത്? നിങ്ങളുടെ 5 വയസ്സുള്ള കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ചിന്താഗതിയാണോ മുസ്ലിം വാപ്പമാരെ ഉണ്ടാകുന്നത്? ആണോ? ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാ കാണുന്നത്? മറ്റു കുഞ്ഞുങ്ങളെയും എങ്ങനെയാ കാണുന്നത്? എന്നിട്ട് ബലാത്സംഗത്തെ ന്യായീകരിച്ച്, എന്തായിരുന്നാലും ഹോർമോണിനെ പിടിച്ച് ശിക്ഷിക്കാൻ പറ്റില്ലല്ലോ. ഇവർക്ക് ഈ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. അതായത്, എന്തുകൊണ്ടാണ് പുരുഷൻ പെണ്ണിനെ കയറി പിടിച്ചത്? എല്ലാ മുസ്ലിം സ്ത്രീകളും പർദ്ദയ്ക്കകത്ത് നിന്നാലും ഇനിയും ഇവിടെ ഇസ്ലാം മതത്തെ വിശ്വസിക്കാത്ത സ്ത്രീകളുണ്ടല്ലോ, അവരെ കയറി പിടിച്ച് ബലാത്കാരം ചെയ്യാമെന്നാണോ ഇവനെ പോലെയുള്ളവർ ഈ പറയുന്നത്? വേറെ ഒരുത്തൻ, ഒരു ഊളത്തായി, അവൻ വന്നിട്ട് പറഞ്ഞു, ഇസ്ലാമിക രൂപത്തിൽ പർദ്ദയും ഹിജാബും ഒക്കെ ധരിക്കാത്ത സ്ത്രീകൾ വേശ്യകളാണ്. ഇവന്റെ ഉമ്മ വെറുതെ ഇടുമോന്നറിയില്ല. അവന്റെ ഉമ്മ, അവരുടെ ഉമ്മ, ആ മാതാവിന്റെ മാതാവ്, അവരൊക്കെ വേശ്യകളാണെന്നാണോ? ഈ പർദ്ദ സമ്പ്രദായം, ഈ ഹിജാബ് സമ്പ്രദായം നമ്മുടെ നാട്ടിൽ കാണാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ. അതിനു മുമ്പുണ്ടായിരുന്ന ആളുകളൊക്കെ വേശ്യകളാണെന്നോ? വേറെ ഹുസൈൻ സലഫി എന്നും പറഞ്ഞ് വേറെ ഒരു ഊള വന്നിട്ട് പറയുന്നു, പെർഫ്യൂം ധരിക്കുന്ന സ്ത്രീകളൊക്കെ വ്യഭിചാരികളാണ്. അമ്മമാരെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇതൊക്കെ ഈ മതപുസ്തകത്തിനകത്ത് എഴുതി വെച്ചിട്ടുള്ള സംഗതികളാണ് ഇവർ ഈ പറയുന്നത് വിളിച്ച്. അതുകൊണ്ടാണ് മതപുസ്തകത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓപ്പൺ ആയിട്ട് പറയരുത് എന്ന് റിട്ടയർഡ് ജഡ്ജ് കമാൽ പാഷ സർ പറയുന്നത്. അതുകൊണ്ടാണ് എല്ലാം ഉറക്കെ പറയരുത്. അപ്പോ എല്ലാ സ്ത്രീകളെ സംബന്ധിച്ചും മതം പറയുന്നത് എന്താണ് എന്നിപ്പോ മനസ്സിലായില്ലേ? അവര് വെറും കൃഷിയിടങ്ങൾ മാത്രമാണ്, പുരുഷന്റെ കാമം ശമിപ്പിക്കാനുള്ള വെറും ഒരു ഭോഗവസ്തു മാത്രമാണെന്ന്. അപ്പോൾ മുസ്ലിം സ്ത്രീകളെ പിടിക്കാതെ മറ്റ് സ്ത്രീകളെ കയറി പിടിച്ചാലും സ്ത്രീകളുടെ കുഴപ്പമാണ്. ഇപ്പൊ ട്രെയിനില് ഒരു പെൺകുട്ടി യാത്ര ചെയ്യുന്നു, അതിനിടയിൽ 3-4 ഉസ്താദുമാര് വന്നിരിക്കുന്നു. ഒരു ഉസ്താദ് ഈ പെണ്ണിന്റെ തോള് കണ്ടിട്ട്, കൊച്ചൊന്ന് കൈപൊക്കിയപ്പോൾ കക്ഷം കണ്ടിട്ട്, ഒറ്റമുണ്ടിനകത്തൂടെ കൈയിട്ടിട്ട് ലിംഗം കയ്യിലെടുത്ത് സ്വയംഭോഗം ചെയ്യാൻ തുടങ്ങി. കൊച്ചത് വീഡിയോ പിടിച്ച് പുറത്തിട്ടു. കാരണക്കാരി ആരാ? പെണ്ണ.
പെണ്ണു പർദ്ദയും മക്കനെയും ഇട്ടിരുന്നെങ്കിൽ ആ പുരുഷൻ അത് ചെയ്യുമായിരുന്നോ എന്ന് ചോദിച്ചിട്ടാണ് ഉസ്താദുമാര് രംഗപ്രവേശം ചെയ്തത്. അല്ലട ഊളകളെ, നീയൊക്കെ മൊത്തവും മണ്ടന്മാരും കഴുതകളുമാണോ? നിനക്കൊന്നും ഒരാൾക്കും തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കാനുള്ള വിവരവും ബുദ്ധിയും ബോധവും ഒന്നുമില്ലേ? ചോദിച്ചു പോകുന്നതാ. തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ സാധിക്കാത്ത ഒരേ ഒരു വർഗം. അപ്പോ മദ്രസകളിൽ പെൺകുട്ടികള് പർദ്ദയും മക്കനെയും ഇട്ടിട്ടല്ലേ വരുന്നത്? കറുത്ത ചാക്കിനകത്ത് ഇറങ്ങി നിന്നിട്ടല്ലേ പെൺകുട്ടികൾ വരുന്നത്? എന്തേ പെൺകുട്ടികളെ കയറി പിടിക്കുന്നത്? എന്തേ പെൺകുട്ടികളുടെ ഉമ്മറവും പിന്നാമ്പുറവും ഒക്കെ വിശാലമാക്കിയിട്ട് ഉസ്താദുമാർ ഇറക്കി വിടുന്നത് കുട്ടികളെ? ഒന്നല്ലൊരായിരം കേസുകൾ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലേ? എന്താ കാരണം? വേഷമാണോ കാരണം? സ്വർണ വേഷമാണോ കാരണം? അപ്പോ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിച്ചവരെ കയറി പിടിക്കുന്നില്ലേ? എടാ, ഇത് നിയമത്തിന്റെ പ്രശ്നമാണ്. നിന്റെയൊക്കെ ചിന്താഗതിക്ക് പ്രശ്നങ്ങളുണ്ട്. എന്തേ ഇറാനിൽ ഒരു പെണ്ണിനെ കയറി പിടിക്കാത്തത്? തല പോകും അല്ലേ? ആദ്യം സുന പോകും, പിന്നെ തല പോകും. എന്തേ സൗദി അറേബ്യയിൽ കയറി പിടിക്കാത്തത്? സുന പോകും, അതല്ലെങ്കിൽ തല പോകും അല്ലെ? ഒരു പോയിന്റും കൂടെ, ഇത് ഫാൻ ഒന്ന് കൂട്ടിയിട്ട് ഒറ്റ പോയിന്റ്. അത് പേടിയുണ്ട്. ഇവിടെ ശക്തമായിട്ടൊരു നിയമ സംവിധാനമാണ് വേണ്ടത്. സ്ത്രീകളെയോ പെൺകുട്ടികളെയോ കയറി പിടിക്കാൻ കയ്യോ ലിംഗമോ പോകുന്നതിനു മുമ്പ്, ഉയരുന്നതിനു മുമ്പ് എന്റെ തല പോകുന്ന നിയമം ഈ രാജ്യത്തുണ്ട് എന്ന ഒരു ബോധമുണ്ടെങ്കിൽ ഇവന്മാരൊക്കെ അകത്തളങ്ങളൊന്ന് നിയന്ത്രിച്ചു മുന്നോട്ട് പോകും. കുഞ്ഞുങ്ങളെ വരെ കയറി പിടിച്ചിട്ട് ഇവന്മാരുടെ ഒരു ന്യായീകരണമാണ് മ്യാരകം. ഇവർക്ക് എന്തുമാകാം. ഇവരെ പറയുമ്പോഴേക്ക് ഞങ്ങളുടെ മതത്തെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഉയർന്നു വരുന്നത്. മതത്തെ വിമർശിക്കാൻ എന്താണ് കാരണം? മതപരമായി സ്വന്തം സമുദായത്തെ സംസ്കരിക്കാൻ ബാധ്യതപ്പെട്ട മുസ്ലിം പുരോഹിതന്മാർ അതിൽ നിന്നും വ്യതിചലിച്ച് മറ്റൊരു രൂപത്തിലേക്ക് പോകുന്നത് കൊണ്ടാ. ഒരു ഉസ്താദ് ഇന്നലെ വന്നിട്ട് പറയാ, എനിക്ക് യൂട്യൂബിനെ പേടിയാണെന്ന്. എന്താ? യൂട്യൂബിൽ ഭയങ്കരമായിട്ട് എന്റെ പിരിവിനെ സംബന്ധിച്ച് വിമർശനം വരുന്നുണ്ട്. ഞാൻ തേന് വിറ്റിട്ട് പണം ഉണ്ടാക്കുന്നത്. ഒരു ബോട്ടിൽ തേനിന് 1555 രൂപയ്ക്കാ വിൽക്കുന്നത്. എന്നിട്ട് അയാൾ പറയാ, എന്റെ മോടെ കല്യാണമാണ്, 40 പവന്റെ പൊന്നു കൊടുക്കാൻ ലക്ഷക്കണക്കിന് രൂപ വേണം, അതൊക്കെ നിങ്ങൾ തരണമെന്ന്. പെണ്ണിനെ വിവാഹമൂല്യം കൊടുത്ത് കെട്ടണമെന്ന് പറയുന്ന ആൾക്കാരവരൊക്കെ. എന്നിട്ട് മരുമോന് സ്വർണം കൊടുക്കാനും പണം കൊടുക്കാനും നാട്ടുകാർ ഉസ്താദിന് പണം കൊടുക്കണമെന്ന്. ഇയാൾ ഭയങ്കര ഉടായിപ്പാ. റാഡോ വാച്ച് ആഗ്രഹിച്ചിട്ട് ഒരാൾ മരിച്ചു എന്നും ആ റാഡോ വാച്ച് എനിക്ക് കിട്ടിയെന്നും ഒക്കെ ഒന്ന് പറഞ്ഞ് എന്തെല്ലാം കള്ളത്തരങ്ങളും വിഡിത്തങ്ങളും വേഷം കെട്ടുമാണ് ഇവന്മാരൊക്കെ പറയുന്നതെന്ന് അറിയാമോ? നോക്കാം. നിങ്ങളുടെ വീട്ടിലെ തെളിവ് നോക്കാതെ കണ്ടതും കേട്ടതും ഒക്കെ സ്വീകരിക്കലാണ് ഖുറാഫാത്ത് എന്ന് പറഞ്ഞാൽ. തെളിവ് നോക്കൂല, കണ്ടതും കേട്ടതൊക്കെ സ്വീകരിക്കും. ഇവിടെ ഉള്ളാളത്ത് ഡ്രൈവർ ഇല്ലാണ്ട് കാർ വന്നു എന്ന് പറഞ്ഞാൽ അത് അത്ഭുതത്തോടെ നമ്മൾ സ്വീകരിക്കും. അള്ളാന്റെ കഅബാലയത്തിൽ തീക്കത്തലുണ്ടായപ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് വെള്ളം ഒഴിച്ചിട്ടാണ് ഹറമിൽ തീക്കത്തൽ നിന്നതെന്ന് പറഞ്ഞപ്പോ അതിനെ വിശ്വസിക്കാൻ നമുക്കിടയിൽ ആളുകൾ ഉണ്ടായി. ചെയ്യാൻ അള്ളാന്റെ കഅബാലയത്തിൽ അവിടെയുള്ള ആളുകൾ അത് പറ്റൂല എന്ന് പറഞ്ഞപ്പോ എങ്കിൽ കഅബ ഇങ്ങോട്ട് വന്ന് തവാഫ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. കഅബ ഇളകി ഇങ്ങോട്ട് വന്ന് തവാഫ് ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിക്കാൻ ആളുകൾ ഉണ്ടായി. നിങ്ങളൊക്കെ സൗദി രാജാവിന് പണമില്ലാതെ വന്നപ്പോ കേരളത്തിന്റെ കോഴിക്കോട്ട് നിന്ന് പണം കൊടുത്തിട്ടാണ് അങ്ങ് മക്ക ഹറമുകളൊക്കെ വിപുലീകരിച്ചതും സൗദിയുടെ നവോത്ഥാനം ഉണ്ടായതെന്ന് പറഞ്ഞപ്പോ അതും വിശ്വസിക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടായി. കാരണം പൈസ കൊടുത്തത് കറാമത്തിന്റെ വഴിയിലായിരുന്നു. അതിനൊക്കെ ആൾക്കാരുണ്ടായി. ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാന്ന് പറഞ്ഞപ്പോ അതും അംഗീകരിക്കാൻ തയ്യാറായി. ഒരു ചുമരിന്റെ മേലെയുള്ള ഫോട്ടോയിലെ കൃഷ്ണമണി അതിങ്ങനെ കണ്ണിന്റെ കൃഷ്ണമണി ചരിച്ചെല്ലാം നിരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞപ്പോ അതിനെ വിശ്വസിക്കാൻ ആളുകളുണ്ടായി. അങ്ങ് മലർന്ന് കിടന്ന് നിരീക്ഷിച്ചുകൊണ്ട് CM മടവൂര് ഫ്ലൈറ്റുകളെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിക്കാൻ ആളുണ്ടായി. എങ്കിൽ ആ മനുഷ്യരോട് നിങ്ങൾ പറ,
അള്ളാന്റെ ഖുർആൻ സൂറത്ത് ഫാത്തിഹയിൽ പറയുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അത് വിശ്വസിക്കാൻ ഞങ്ങളെ കിട്ടൂല, ഞങ്ങൾ വാപ്പക്കാരന്മാരായിട്ട് ജീവിച്ചത് ഇങ്ങനെയാന്ന് പറയും. അതിനാണ് ഖുറാഫാത്ത് എന്ന് പറയാ. ഇതുപോലെ മനസ്സിൽ നമ്മൾ ഇതും കൂടി തള്ളുന്നു. അതേ ഉള്ളു വ്യത്യാസം, അതേ ഉള്ളു തമ്മിലുള്ള പ്രത്യേകത. ഇവര് സി എം മടവൂരും അതുപോലെ മരിച്ചുപോയ മഹാരഥന്മാരായിട്ടുള്ള പണ്ഡിതന്മാർക്കും മരിച്ചവരെ ജീവിപ്പിക്കാനും നിന്നുപോയ കപ്പലിനെ ചക്രമൊക്കെ ശരിയാക്കി എഞ്ചിനൊക്കെ ശരിയാക്കി ഓടിക്കാനും ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടിയോട് നിൽക്ക് എന്ന് പറഞ്ഞപ്പോൾ നിർത്താനും മതമിളകിയ ആനയോട് ഞാൻ സി എം ആണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ ആന നിന്നതും ഫ്ലൈറ്റിന്റെ എഞ്ചിൻ തകരാറിലായപ്പോൾ മരിച്ചുപോയ സി എം മടവൂര് വന്നിട്ട് ശരിയാക്കിയതും ഒക്കെ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഒരു വിഭാഗം ആളുകൾ അത് വിശ്വസിക്കും. മുജാഹിദുകളും ജമാഅത്തും ഒക്കെ വിശ്വസിക്കുന്നത് ഇതൊക്കെ പടച്ചോൻ വിചാരിച്ചാൽ ശരിയാകുമെന്നാണ്. ഞങ്ങൾ അതും കൂടി തള്ളുന്നു. മനസ്സിലായോ? ഒരു വിഭാഗം ആളുകള് പടച്ചോൻ ചെയ്യുന്നത് പോലെ എല്ലാം മരിച്ചുപോയ മഹാന്മാര് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. മുജാഹിദുകള് ഈ മടവൂരിനെ ഇവര് പറയുന്നത് ആ മടവൂരിന്റെ സ്ഥാനത്ത് ഇവര് പടച്ചോനെ കൊണ്ടുവരുന്നു. നമ്മൾ മടവൂരിനെ എടുത്ത് തള്ളുന്നു, അതുപോലെ തന്നെ പടച്ചോനെയും തള്ളുന്നു. ഇതേ ഉള്ള വ്യത്യാസം. ആർക്കെങ്കിലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും ദാഹിച്ചു വലഞ്ഞവൻ തൊണ്ട പൊട്ടി മരിക്കാതെ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും പടച്ചോൻ കൊണ്ടു കൊടുത്തു എന്ന് നിങ്ങളൊന്ന് തെളിയിക്ക്. എന്നാ നമ്മൾ പടച്ചോനെ വിശ്വസിച്ചോളാം. നോമ്പ് പിടിച്ച് സുഡാൻ ജനത ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ തൊണ്ട പൊട്ടി മരിക്കുന്നു. ഇവിടെ ഒരു വിഭാഗം ആളുകൾ ഭക്ഷണത്തിന്റെ തീറ്റ മഹോത്സവമാണ് തുടങ്ങി വെച്ചിരിക്കുന്നത്. പടച്ചോൻ വിചാരിച്ചാൽ എന്ത്, ഇവരുടെ കുറച്ച് വിഭവങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റില്ലേ? അവരുടെ കുറച്ച് വിഭവങ്ങൾ ഇവർക്ക് കൊടുക്കാൻ പറ്റില്ലേ? അപ്പോ ഇല്ലാ കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നതിൽ നിങ്ങളും ഒരിഞ്ചും മോശമല്ല സുഹൃത്തുക്കളെ. മുജാഹിദുകാര് വേറെ ഒരു രൂപത്തിൽ ഇല്ലാ കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കുന്നു, സുന്നികള് വേറൊരു രൂപത്തിൽ പറയുന്നു. ഇത് രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കി രണ്ടും എടുത്ത് തോട്ടിലെറിയുന്നു നമ്മൾ. പഴച്ചോൻ ഒരു നമ്പർ 1 ഉഡായിപ്പാണെന്ന് ഞങ്ങൾക്കറിയാം. 6-ാം നൂറ്റാണ്ടിലെ ഗോത്ര നേതാവിന് അന്നത്തെ കാലഘട്ടത്തിൽ പെണ്ണും പണവും അധികാരവും പ്രശസ്തിയുമൊക്കെ ആരും ചോദ്യം ചെയ്യാതെ ഇതൊക്കെ വച്ച് നാർമാദിക്കണമെങ്കിൽ ഒരു പടച്ചോനെ നിർമ്മിക്കണമെന്നും ആ പടച്ചോന്റെ ദൈവിക ബോധനം എന്ന രൂപത്തിൽ ഒരു ജിബിരിയില്, ഒരു ഗ്രന്ഥം, ഒരു വെളിപാട് ഇതൊക്കെ വേണം എന്നും ചിന്തിച്ച് അദ്ദേഹം അതുണ്ടാക്കിയെടുത്തു. നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പ്രതികരിച്ചു. അത്രയേ ഉള്ളൂ വ്യത്യാസം. നിങ്ങളുടെ ഈ ഉഡായിപ്പുകൾ ഉണ്ടല്ലോ, ഈ മതത്തിൽ നിന്നും കൂടുതൽ മുസ്ലിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ പ്രേരണയായത് ഒരു പരിധി വരെ ഞങ്ങളെ പോലെയുള്ളവരുടെ ബോധവൽക്കരണമാണെങ്കിലും നിങ്ങളുടെ വിവരക്കേടുകളും ഒട്ടും പിന്നിലല്ല. നമ്മുടെ ചില്ലറക്കാരനല്ല. ബഹുമാനപ്പെട്ടവർ മദീനയിൽ ദിവസം പോയി സിയാറത്ത് ചെയ്യുന്ന ആളാ. ആയിരക്കണക്കിന് തവണ മദീനയിൽ പോയ മഹാനാ, ആയിരക്കണക്കിന് തവണ ഉംറ ചെയ്ത മഹാനാ. അങ്ങനെ തുടങ്ങി ധാരാളം മഹത്വം ബഹുമാനപ്പെട്ടവരെ പറ്റി പറയുന്നത് കാണാം. ഓരോ ഹത്തമും ഓതി കഴിയുമ്പോഴേ ആകാശത്തു നിന്നൊരു വിളിയാളം കേൾക്കും, കബിൽനാ കബിൽനാ, നിങ്ങൾ ഇന്നും ഈ ഹത്തം സ്വീകരിച്ചിരിക്കുന്നു. നമ്മുടെ ചില്ലറക്കാരനല്ല. ബഹുമാനപ്പെട്ടവർ മദീനയിൽ ദിവസം പോയി സിയാറത്ത് ചെയ്യുന്ന ആളാ. ആയിരക്കണക്കിന് മരിച്ചുപോയ മഹാനെ കുറിച്ചിട്ടാണ് ഇവർ ഈ പറഞ്ഞത്. ഇവരുടെ ഷെയ്ഖ് ചില്ലറക്കാരനല്ല, ഒരു വലിയ നോട്ടക്കാരനാണ്. പ്രേമൻ, താങ്കളുടെ കമന്റ് ഞാൻ കണ്ടു. ഓരോരുത്തർക്കും ഹായ് പറയുക എന്ന് പറഞ്ഞാല് അത് നടക്കുന്ന സംഗതിയാണോ? നമ്മൾ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ച് കണ്ടിന്യൂ ചെയ്ത് സംസാരിക്കുന്നതിനിടയ്ക്ക് ഒരാൾ വന്ന് ഹായ് പറയുമ്പോൾ എൻ്റെ ആ വിഷയത്തിന്റെ ഗൗരവം നഷ്ടപ്പെട്ടു പോകും. പ്രത്യേകിച്ച് ഞാനാണെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലൈവിൽ വരുന്ന ഒരാളും അല്ല. പിന്നെ നമ്മുടെ എല്ലാവരെയും മൈൻഡ് ചെയ്യാറുണ്ട്, എല്ലാവരെയും ശ്രദ്ധിക്കാറുണ്ട്. അനുകൂലമായതും പ്രതികൂലമായതുമായിട്ടുള്ള ഓരോ കമന്റുകളും നിങ്ങളുടെ പേര് പറഞ്ഞു തന്നെയാണ് നമ്മുടെ അഡ്മിന്മാർ ഇവിടെ
നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാറുള്ളത്. അതുകൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്ത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ ഇതിനകത്ത് ആ നീല വട്ടത്തിനകത്ത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റുകൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കില്ല. അപ്പോ മരിച്ചുപോയ മഹാനവർകൾ എല്ലാ വർഷവും കണ്ടില്ലേ, ഇതൊക്കെ ഇന്ന് യുക്തിയും ബുദ്ധിയും ഒക്കെയുള്ള ഒരു ജനവിഭാഗം, പ്രത്യേകിച്ച് ഒരു യുവതലമുറ ഇതൊക്കെ ഉൾക്കൊള്ളും എന്ന് നിങ്ങൾ വിശ്വസിക്കരുത്. സമസ്ത എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയത് തന്നെ മരിച്ചുപോയ മഹാന്മാർക്ക് എന്തൊക്കെയോ ശ്രേഷ്ഠതകൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഈ മുസ്ലിം സമുദായത്തെ മതത്തിൽ നിന്നും വിഭിന്നമായി ചിന്തിക്കാൻ ഇവരൊക്കെ വലിയ രൂപത്തിൽ പ്രേരകമായിട്ടുണ്ട്, വലിയ രൂപത്തിൽ. കാരണം ഇതൊക്കെയാണോ മതം? ഇതാണോ മതം പഠിപ്പിക്കുന്നത്? തന്നെയുമല്ല, ഈ തള്ളിമറിക്കുന്നത് ആരാ? മതപുരോഹിതന്മാരാണ്. അപ്പോ മതപുരോഹിതന്മാരാണ് മതത്തെക്കുറിച്ച് പറയേണ്ടതെങ്കിൽ ഇവര് പറയുന്ന മതമാണോ ശരിയായ മതം എന്ന് ആളുകൾ ചിന്തിച്ചു തുടങ്ങി. അപ്പോ ഇന്നത്തെ യുവതലമുറയ്ക്ക് വേണ്ടത് തെളിവുകളാണ് സുഹൃത്തെ, തെളിവുകൾ. അവർക്ക് എന്തിനും ആധാരം വേണം. ഇനി നിങ്ങൾ അവർക്ക് തെളിവുകൾ കൊണ്ടു കൊടുത്തു എന്ന് വിചാരിക്കുക, അതും അവരൊന്ന് ചിന്തിക്കും. ബുദ്ധിക്ക് യോജ്യമായതാണോ ഇത്? അങ്ങനെ യോജിക്കുമെങ്കിൽ മാത്രമേ അവരതും സ്വീകരിക്കൂ, അല്ലെങ്കിൽ അതും അവര് വലിച്ചെറിയും. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മോദി ഫോബിയ പരത്തിക്കൊണ്ടേയിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ യുവത ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയായിട്ട് BJP മാറിയില്ലേ? ഏറ്റവും കൂടുതൽ ഉസ്താദുമാര് പിൻപറ്റുന്ന ഒരു പാർട്ടിയായിട്ട് BJP മാറി. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുന്ന പാർട്ടിയായിട്ട്. അപ്പോൾ മോദി ഫോബിയ ഇനി പറ്റില്ല എന്ന് മനസ്സിലായി. ഇതുപോലെ തന്നെയാണ് മതം. അയ്യോ, പരലോകം പറഞ്ഞ് പേടിപ്പിച്ച്, സ്വർഗവും നരകവും ഒക്കെ പറഞ്ഞ് പേടിപ്പിച്ച് നിങ്ങൾ കുറെ കാലം ഇത് പറഞ്ഞ് പിടിച്ചു നിർത്തി. പക്ഷേ ഇപ്പോഴോ നരകം. ഓ, അങ്ങനെയാണല്ലേ? ശരി, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? നരേന്ദ്രമോദിയോ? ആണല്ലേ? ശരിയെന്നാ. ഈ വൈറസുകളെ ആളുകൾ തിരിച്ചറിയും. നിങ്ങൾ ഈ രാജ്യത്തിന്റെ പുരോഗതിയെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന വൈറസുകളാണ് എന്ന്. നരേന്ദ്രമോദിയുടെ ഭരണപരിഷ്കാരങ്ങളെ തള്ളി അദ്ദേഹം ഒരു ഇസ്ലാം മത വിരുദ്ധനാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിലൂടെ ആളുകൾക്ക് ബോധ്യപ്പെട്ടു. അതുപോലെയാണ് ഇസ്ലാമും. മറ്റെല്ലാ മതങ്ങളെ കുറിച്ചും നിങ്ങൾ മോശം പറഞ്ഞു, വിമർശിച്ചു. ഇസ്ലാം മാത്രമാണ് എന്തോ വലിയ കേമപ്പെട്ടത് എന്ന് പറഞ്ഞ്, ഇസ്ലാമാണ് 916 എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചപ്പോൾ ആ ഇസ്ലാം ആരുടെ മതമാണ്? ആരാണ് ഇതിന്റെ ഫൗണ്ടർ ഹെഡ്? ഏത് സാഹചര്യത്തിലാണ് ഈ മതം ഫൗണ്ട് ചെയ്തത് എന്ന് ആളുകൾ മനസ്സിലാക്കി. അതായത് ആ പ്രവാചകന്റെ മഹത് കീർത്തനങ്ങളും ആ പ്രവാചകന്റെ വ്യക്തി ജീവിതത്തിലെ യുക്തിബോധവുമൊക്കെ ആളുകൾക്ക് പിടികിട്ടിപ്പോയി. മര്യാദയ്ക്കൊരു വാപ്പയെ പോലും കൊണ്ടുവയ്ക്കാനില്ലാത്ത, മര്യാദയ്ക്കൊരു ജനനം പോലും സമർപ്പിക്കാനില്ലാത്ത ആ പ്രവാചകന്റെ മഹത്വത്തെ കുറിച്ച് ആളുകൾ മനസ്സിലാക്കുകയും അങ്ങനെ യുവത MM അക്ബറിനെ പോലെയുള്ള ആളുകളെ പിടിച്ചു നിർത്തി ചോദിക്കുന്നു, 6 വയസ്സുകാരിയെ 56ാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ച ഈ മനുഷ്യനെ ഞങ്ങൾ ഉൾക്കൊള്ളണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇദ്ദേഹം മാതൃകാ പുരുഷനാണെന്നാണോ MM അക്ബർ സാഹിബെ നിങ്ങൾ പറയുന്നത് എന്ന് ആളുകൾ തന്നെ നിന്ന് ചോദിക്കാൻ തുടങ്ങി. അതോടെ യുവതലമുറ ചിന്തിച്ചു, ഇവര് പറയുന്ന എല്ലാ കാര്യങ്ങളും ഇതുപോലൊക്കെ തന്നെയാണല്ലേ. നമസ്കാരം. ഈ ക്രിസ്മസ് കുളമാക്കാൻ വേണ്ടി തീവ്ര ഇസ്ലാമിസ്റ്റുകളും അതോടൊപ്പം തന്നെ ഇസ്ലാമിക സംഘടനകളും വലിയ രീതിയിൽ തന്നെ അഹോരാത്രം പണിയെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് തെളിയിക്കാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഈ ചില ഇസ്ലാമിസ്റ്റുകളുടെ സപ്പോർട്ട് ചെയ്യുന്ന ചില മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ എരിവും പുളിയും ഒക്കെ ചേർത്ത് ഇപ്പൊ ഇസ്ലാം മതം ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ പിൻപറ്റിക്കോ. മറ്റൊരാൾക്ക് പിൻപറ്റാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഉൾക്കൊണ്ടാൽ എവിടെയെങ്കിലും കലാപമുണ്ടോ, പ്രതിഷേധമുണ്ടോ, പ്രക്ഷോഭമുണ്ടോ, വൈരാഗ്യമുണ്ടോ, കൊള്ളയുണ്ടോ, വിദ്വേഷമുണ്ടോ, എന്തെങ്കിലും? പന്നി ഇറച്ചി നിങ്ങൾ തിന്നണ്ട, തിന്നവര് തിന്നോട്ടെ, കഴിഞ്ഞില്ലേ കാര്യം?
നിങ്ങൾ വെജിറ്റേറിയൻ ആണ്, ശരി, നോൺ വെജ് കഴിക്കുന്നത് കഴിച്ചോട്ടെ, കഴിഞ്ഞില്ലേ കാര്യം. അവരും അങ്ങനെ തന്നെ ആകണമെന്ന് നിർബന്ധിക്കാൻ നിങ്ങൾക്ക് എന്താ റൈറ്റ്സ്? ഈ രാജ്യത്ത് നടക്കുന്ന സംഗതിയാണോ? അപ്പോ ഞങ്ങളുടെ പെരുന്നാള്, നബിദിനം, പള്ളി ഉറൂസുകൾ, ഇതൊക്കെ നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതൊക്കെ എല്ലാവരും ആഘോഷിച്ചേ പറ്റൂ. ശരി, ക്രിസ്തുമസ് അവരാഘോഷിച്ചോട്ടെ, ന്യൂ ഇയർ അവരാഘോഷിച്ചോട്ടെ, മ്യൂസിക് ഫെസ്റ്റ് അവർ നടത്തിക്കോട്ടെ, ഓണാഘോഷം അവർ നടത്തിക്കോട്ടെ, ദീപാവലി അവർ പൊട്ടിച്ചാഘോഷിച്ചോട്ടെ, നിങ്ങൾക്ക് എന്താ കുഴപ്പം? അത് പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ കുത്തിത്തിരിപ്പുമായി വന്നാൽ അതിനെ എതിർക്കാൻ ഇവിടെ വേറെ ആളുകൾ ഉണ്ടാവുമെന്നേ. തെളിയിക്കാവുന്ന കാര്യം അങ്ങനെ വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം ഈ ചില ഇസ്ലാമിസ്റ്റുകളുടെ സപ്പോർട്ട് ചെയ്ത ചില മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ എരിവും പുളിയും ഒക്കെ ചേർത്തുകൊണ്ട് മണിക്കൂറുകളോളം ചെലവഴിച്ച് ഈ ക്രിസ്മസിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. എന്നിട്ട് ഇത് എല്ലാ കുറ്റവും ഹിന്ദുക്കളുടെ തലയിലേക്ക് കെട്ടിവെക്കാനും അതുവഴി കേന്ദ്ര സർക്കാരിനെ പഴിചാരാനും കേന്ദ്ര സർക്കാരിന്റെ ഒരു കുറ്റത്തിന്റെ മുൻനിലയിൽ നിർത്താനും ഈ ചില ഇസ്ലാമിസ്റ്റ് സംഘടനകൾ ഇവരുടെയൊക്കെ പണം വാങ്ങി അതിന്റെ കള്ളപ്പണങ്ങൾ വാങ്ങി ജീവിക്കുന്ന ചില മാധ്യമ സ്ഥാപനങ്ങളും ഇവരുടെ പുറകെ ഉണ്ട് എന്ന് വേണം നമുക്ക് അനുമാനിക്കാം. കാരണം എന്താണെന്നാൽ നിലവിൽ ഇക്കുറി ക്രിസ്മസിന് ഹിന്ദുക്കൾ ക്രിസ്ത്യൻ സമുദായത്തിനും ക്രിസ്മസിനും എതിരാണ് എന്ന രീതിയിൽ വാർത്തകൾ വ്യാപകമായി തന്നെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഒന്നിനു പുറകെ ഒന്നായി ശരവേഗത്തിലാണ് ഇത്തരം വാർത്തകൾ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലടക്കം. ഈ വാർത്തകളുടെ പുറന്തോട് നീക്കി നോക്കിയാൽ യാതൊരു കഴമ്പമില്ലാത്ത യുക്തിഭദ്രമല്ലാത്ത കാര്യങ്ങളാണ് വലിച്ചു കെട്ടി വച്ചിരിക്കുന്നത് എന്ന് വേണം കാണാൻ സാധിക്കും. ഹിന്ദു ക്രിസ്ത്യന് ഒരു വഴക്ക് മുറിപ്പിക്കാനാണ് ഉദയ്ക്കുന്ന ഒരു വാർത്ത. ഭോപ്പാലിലാണ് സംഭവം നടക്കുന്നത്. BJP നേതാവ് കാഴ്ച പരിമിതിയുള്ള യുവതിയുടെ കരണത്തടിച്ചു എന്നാണ് സംഭവം. മധ്യപ്രദേശിലെ ജബൽപൂരിൽ മതപരിവർത്തനം നടത്തിയെന്ന് ആരോപിച്ചാണ് അത്രേ മർദ്ദനം നടന്നത്. ഒരു ക്രിസ്ത്യന് ആരാധനാലയത്തിൽ എത്തിച്ചു കാഴ്ച പരിമിതിയുള്ള യുവതിയെ BJP നേതാവ് അധിക്ഷേപിച്ചത് എന്നാണ് വാർത്ത. ഈ വാർത്ത മറ്റു മാധ്യമങ്ങളിലൊന്നും കണ്ടിട്ടില്ല, ദേശീയ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. മാത്രമല്ല വാർത്തയ്ക്ക് എരിവും പുളിയും കേട്ടാൻ പല ഘടകങ്ങളും ചേർത്തിട്ടുണ്ട്. ഒന്ന്, BJP നേതാവ് യുവതിയെ തല്ലിയത് ക്രിസ്ത്യൻ പള്ളിക്കുള്ളിൽ വെച്ച് തല്ലി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവർക്ക് BJPയോട് ദേഷ്യം തോന്നുമല്ലോ. കാഴ്ച പരിമിതിയുള്ള യുവതിയെ BJP നേതാവ് തല്ലി എന്നതും BJPക്കെതിരെ ക്രിസ്ത്യാനികളുടെ ഉള്ളിൽ എരിവ് കഴിച്ചാൻ നല്ല ഒരു എലമെന്റാണ്. ക്രിസ്മസിന് ഹിന്ദുക്കളടക്കം അലങ്കരിക്കരുതെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രഖ്യാപിച്ചു എന്നാണ് മറ്റൊരു വാർത്ത. അതായത് ക്രിസ്മസിന് സ്റ്റാറുകളൊന്നും അല്ലെങ്കിൽ പുൽക്കൂടൊന്നും ഹിന്ദുക്കൾ സജ്ജീകരിക്കരുതെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇത് ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും തമ്മിൽ അടുപ്പിക്കുന്ന വാർത്തയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വിശ്വ ഹിന്ദു പരിഷത്ത് നേതാവ് പറയും. സാമാന്യ യുക്തിയിൽ ആലോചിച്ച് നോക്കിയാൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ ഇടയില്ല. ഇത് ഹിന്ദു വിരുദ്ധ പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി കെട്ടിച്ചമച്ച വാർത്തകളാണ്. ഈ വാർത്തയ്ക്ക് പിന്നിലെ ലക്ഷ്യം ഹിന്ദുക്കളെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും അകറ്റുക എന്നതാണ്. ഈ വാർത്ത ചമച്ചതിന് പിന്നിൽ പൊളിറ്റിക്കൽ ഇസ്ലാമാണെന്ന് കരുതേണ്ടി വരും. അവിടെയും തീരുന്നില്ല, അതായത് തിന്നുകയല്ല തീറ്റുകയും ഇല്ല എന്നതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ സ്ഥിതി. ഹിന്ദുക്കളോട് അടുക്കുകയുമില്ല, മറ്റുള്ളവരെ ഹിന്ദു സമുദായവുമായി അടുപ്പിക്കാൻ സമ്മതിക്കുകയുമില്ല. ഇതാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ പരിപാടി. ഇവരാണ് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഇവർ സൃഷ്ടിക്കുന്നത്. ഏത് രീതിയിലും ഭാരതത്തിൽ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഇവർ കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം, നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിനു ശേഷമാണ് ഡീപ് സ്റ്റേറ്റും അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമെല്ലാം തന്നെ വലിയ രീതിയിൽ പേര് വെച്ച് പിടിക്കുന്നത്. ദില്ലിയിലടക്കം പലതരത്തിൽ ചെറിയ വിഷയങ്ങളിൽ പോലും ഇപ്പോൾ കർഷക സമരമായിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും SARമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലും പൗരത്വ ഭേദഗതി ബില്ലായിക്കോട്ടെ, അങ്ങനെ പലതരത്തിലും ഇവർ വലിയ രീതിയിലുള്ള കലാപം നടത്താനായിട്ട് കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ആക്റ്റീവായതുകൊണ്ട് തന്നെ, നല്ല രീതിയിൽ ആക്റ്റീവായതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ പദ്ധതികളും സ്പോട്ടിൽ തന്നെ നമ്മൾ അടിച്ചു. നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ അവര് ഹിന്ദുക്കൾ, ഇവര് മുസ്ലിങ്ങൾ, മറ്റവര് ക്രിസ്ത്യാനികൾ, ഇവര് മതരഹിതർ, അങ്ങനെയൊന്നും യാതൊരു വേർതിരിവുമില്ല. പക്ഷേ ഇവിടെ വേർതിരിവ് ഉണ്ടാക്കുന്നത് ആരാണെന്നറിയാമോ? എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നറിയാമോ? 6-ാം നൂറ്റാണ്ടിലെ ഒരു പുസ്തകമാണ് ഇതിന് കാരണം. 6-ാം നൂറ്റാണ്ടിലെ പുസ്തകത്തിൽ ബഹുദൈവ വിശ്വാസികൾ നികൃഷ്ടരാണെന്നും ബഹുദൈവ വിശ്വാസികൾ മാലിന്യമാണെന്നും അവരിൽ നിന്നും അകന്നു നിൽക്കണമെന്നും അവരുമായി ചങ്ങാത്തം പാടില്ലെന്നും അവരുമായിട്ട് സൗഹൃദമോ ഗൈഡൻസോ പാരന്റിങ്ങോ ഒന്നും സ്വീകരിക്കരുതെന്നും പറഞ്ഞ് ഇത്രയും വിദ്വേഷമൊക്കെ വാരി വിതറാൻ ഒരു പുസ്തകത്തിന് കഴിയുന്നെങ്കിൽ ആ പുസ്തകം എങ്ങനെയാണ് മാനവികതയുടെ മാതൃകയായി മാറുന്നത്? നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതിനകത്ത് ഇൻഡെക്സിൽ ഒരുപാട് വചനങ്ങൾ നമ്മുടെ റെനി എഴുതിയിടുന്നുണ്ട്, നിങ്ങൾ തന്നെ നോക്കിക്കോ. ഒരുപാട് വചനങ്ങൾ. അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നികൃഷ്ടരാരാണ്? കാഫിറുകളാണ്, സത്യനിഷേധികളാണ്, അമുസ്ലിങ്ങളാണ്. 8-ാം അധ്യായം 55-ാമത്തെ വചനം.
വേദക്കാരിലും ബഹുദൈവ വിശ്വാസികളിലും പെട്ട സത്യനിഷേധികൾ നരകാഗ്നിയിലാകുന്നു. അവരതിൽ നിത്യവാസികളായിരിക്കും. അക്കൂട്ടർ തന്നെയാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ. 98-ാം അധ്യായം 6-ാമത്തെ വചനം. സത്യവിശ്വാസികളെ ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാണ്. 9-ാം അധ്യായം 28-ാമത്തെ വചനം. 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗോത്ര പുസ്തകത്തിന്റെ മാനവികത ഈ ആധുനിക നൂറ്റാണ്ടിൽ മ്ലേച്ഛമാണ് എന്ന് പറയാൻ നമ്മളെങ്കിലും വേണ്ടേ? ഇതൊന്ന് തുറന്ന് പറയണ്ടേ? ഈ ഗ്രന്ഥം പൊക്കിപ്പിടിച്ചിട്ട് അമുസ്ലിങ്ങളുടെ പിരടിക്ക് കാച്ചാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആളുകൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഈ ഗ്രന്ഥമാണ് അതിന് കാരണമെന്ന് പറയണ്ടേ? അതിനെ റിഡ്യൂസ് ചെയ്യുകയും പരിഷ്കരിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്യണം എന്ന് പറയലാണോ മെച്ചം? അതോ അത് ഞങ്ങൾക്ക് വേണ്ട? എന്നെ സംബന്ധിച്ചിടത്തോളം വിഭവസമൃദ്ധമായിട്ടുള്ള ഭക്ഷണത്തിന്റെ കൂടെ ഒരല്പം മനുഷ്യകാഷ്ടം കൊണ്ടുവച്ചാൽ ഞാനത് മൊത്തം ഉപേക്ഷിക്കും. ഒരു കവർ ബിസ്ക്കറ്റിൽ വിഷമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏതാണ് എന്നറിയാത്തത് കൊണ്ട് തന്നെ ആ എല്ലാ ബിസ്ക്കറ്റും ഉപേക്ഷിക്കലാണ് എന്റെ ബുദ്ധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പട്ടി എന്നെ ഓടിച്ചാല് അയ്യോ പുസ്തകം എന്താണ് പറയുന്നത് എന്ന് നോക്കാൻ ഞാൻ ഓടി പള്ളിയിൽ കയറിയിട്ട് പുസ്തകം വായിക്കാറില്ല. ഒന്നുകിൽ ആ പട്ടിയെ ഓടിച്ചാൽ ഓടുമോ എന്ന് ഞാൻ നോക്കും. ഒരു കല്ലെടുത്ത് എറിയണോ അതോ ഞാൻ ഓടി എന്റെ തടി രക്ഷപ്പെടുത്തണോ? ഇത് രണ്ടും മതപുസ്തകം പറയുന്നതിനനുസരിച്ച് ചെയ്യുന്ന ആളല്ല ഞാൻ. ഭക്ഷണം കഴിച്ചു തൊണ്ടയ്ക്കിരുന്നു, പുസ്തകം പറഞ്ഞിട്ടല്ല ആരും വെള്ളം കുടിക്കുന്നത്. അവന്റെ യുക്തിയാ. നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ പുസ്തകം പറയുന്നതിനനുസരിച്ചിട്ടല്ല ജീവിക്കുന്നത്. അതെ, ജൂൺ മനുഷ്യനെ സമ്പന്നന്റെ രൂപത്തിൽ കാണുന്നു പടച്ചോൻ. ദരിദ്രനെ ദരിദ്രന്റെ രൂപത്തിൽ കാണുന്നു പടച്ചോൻ. അള്ളാഹുവിനെ ആരാധിക്കുന്നവനെ വേറെ ഒരു തട്ടിൽ നിർത്തുന്നു. ബഹുദൈവ വിശ്വാസിയെ വേറൊരു തട്ടിൽ നിർത്തുന്നു. വേദക്കാരെ മറ്റൊരു തട്ടിൽ നിർത്തുന്നു. അങ്ങനെ സൃഷ്ടികൾക്കിടയിൽ തന്നെ ഒരുപാട് വിവേചനം കാണിക്കുകയും അവരെ ആ രൂപത്തിൽ സൃഷ്ടികളെ കൊണ്ട് തന്നെ പ്രഹരിക്കുകയും കൊല്ലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പടച്ചോനെ നിങ്ങൾ കാരുണ്യവാൻ എന്ന് പറഞ്ഞോളൂ, ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ എനിക്ക് ആ കാരുണ്യവാന്റെ കാരുണ്യത്തെ പിച്ചു കീറാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ 2019 സോണിയാഗാന്ധി 2019 നവംബർ വരെ SPG സുരക്ഷ ഉണ്ടായി. അത് പ്രധാനമന്ത്രിക്കൊക്കെ നൽകുന്ന SPG സുരക്ഷ, സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ സുരക്ഷ ഉണ്ടായിരുന്നു. 2019 നവംബർ ആയപ്പോഴാണ് മോദി ഗവൺമെന്റ് SPG സുരക്ഷ പിൻവലിച്ചത്. പക്ഷെ SPG സുരക്ഷ പിൻവലിച്ചപ്പോഴും ഇപ്പോഴും സോണിയാഗാന്ധിക്ക് CRPFന്റെ അതീവ സുരക്ഷയുണ്ട്. Z+ കാറ്റഗറി, ഏറ്റവും ഉയർന്ന സുരക്ഷാ സംവിധാനങ്ങളുള്ള നേതാക്കളെയാണ് Z+ കാറ്റഗറിയിൽ. ആ Z+ കാറ്റഗറിയിൽ 55 സുരക്ഷാ ഉദ്യോഗസ്ഥര്, കമാൻഡോകളടക്കം ഏത് സന്ദർഭത്തിലും എന്തെങ്കിലും അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ കയറി ഇടപെടാനും അതിനെ പരാജയപ്പെടുത്താനും ശേഷിയുള്ളവരാണ് പ്രത്യേക പരിശീലനം ശ്രദ്ധിച്ച കമാൻഡോസ്. അപ്പൊ കമാൻഡോസ് ഉൾപ്പെടെയുള്ള 55 സുരക്ഷാ ഭടന്മാരുടെ വലയത്തിലാണ് സോണിയാഗാന്ധി ഇപ്പോഴും കഴിയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, RSSന്റെ ചീഫ് മോഹൻ ഭഗവത്, ഈ 4 പേരും കഴിഞ്ഞാൽ പിന്നെ അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു VVIP ആണ് സോണിയാഗാന്ധി. അപ്പൊ സോണിയാഗാന്ധിയുടെ അടുത്ത് അന്ന് പോകണമെങ്കിൽ, അടൂർ പ്രകാശ് പറഞ്ഞ ആ ഡേറ്റ് ആണ് ശരിയെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന തീയതിയാണെങ്കിൽ, അന്ന് അഹമ്മദ് പട്ടേൽ മുഖാന്തരം ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ഇവിടെ പോകാം. അവിടെ പോകുമ്പോ ഈ SPG-കാരടക്കം, മനസ്സിലായില്ലേ, നമുക്കറിയാമല്ലോ, വെറുതെ അങ്ങോട്ട് ചെന്ന് ഒരു പൊതി കൊടുക്കാനോ ഒരു ചാണ്ട് കെട്ടാനോ പറ്റില്ലല്ലോ. അപ്പൊ ഈ SPG-കാരടക്കം ഈ കൊണ്ടുപോകുന്നവരാരാണ്? അടൂർ പ്രകാശും ആന്റോ ആന്റണി. അവരോട് ചോദിക്കും ഇതാരൊക്കെയാണ്, അവർ ഇന്ന ആൾക്കാരാണെന്ന് പറയാൻ അടൂർ പ്രകാശനും ഒട്ടും ബാധ്യതയുണ്ട്. എന്തിനാണ് നിങ്ങൾ വന്നത് ചോദിക്കുമല്ലോ. ഇന്ന കാര്യത്തിന് വന്നു, എന്താണ് നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്, കൊണ്ടുവന്ന് പൊതി കാണിക്കണം. അതൊരു കംപ്ലീറ്റ് മെറ്റൽ ഡിറ്റക്ടർ അടക്കം വെച്ച് പരിശോധിക്കും. കയ്യിൽ കെട്ടിക്കൊടുക്കുന്നു എന്തോന്ന്, അത് ചരടാണെന്ന് പറയുന്നു, ഏലസ് ആണെന്ന് പറയുന്നു, എന്തോ ഒരു ബ്രേസ്ലെറ്റ് ആണെന്ന് പറയുന്നു. ഇതെന്താണ്, ഇതൊക്കെ അതിസൂക്ഷ്മമായി പരിശോധിച്ചിട്ടേ ചെയ്യുള്ളൂ. കാരണം അത്ര സുരക്ഷാ സംവിധാനങ്ങളിൽ ജീവിക്കുന്നയാളാണ് VVIP സോണിയാഗാന്ധി. അങ്ങനെ പോയപ്പോൾ, അങ്ങനെ ഇവരെ കൊണ്ടുപോയപ്പോൾ, ഇവരെ എന്തിനു കൊണ്ടുപോയി, ഇവരുടെ ആവശ്യം എന്തായിരുന്നു, ഇവരെന്ത് പൊതിയാണ് സോണിയാഗാന്ധിക്ക് കൊടുത്തത്, ഇവര് സോണിയാഗാന്ധിയുടെ കൈത്തണ്ടയിൽ കെട്ടിക്കൊടുത്തത് ചരടാണോ, ബ്രേസ്ലെറ്റ് ആണോ, അല്ലെങ്കിൽ ജപിച്ച എന്തെങ്കിലും ഏലസ് ആണോ, ഇതെന്താണെന്ന് ഇത്രയും കയ്യകലത്തിലല്ല, മുട്ടിമുട്ടിയാണ് ഇവരൊക്കെ നിൽക്കുന്നത്. അപ്പൊ ഈ കാര്യത്തിൽ യഥാർത്ഥത്തിൽ എന്നാണ് ഇവരവിടെ പോയത്, എന്തിനാണ് ഇവരെ കൊണ്ടുപോയത്
ഇവര് എന്താണ് സോണിയാഗാന്ധിയോട് പറഞ്ഞത്, സോണിയാഗാന്ധിയുടെ കൈത്തണ്ടയിൽ എന്ത് കെട്ടിക്കൊടുത്തു, സോണിയാഗാന്ധിക്ക് സമ്മാനമായി കൊടുത്ത പൊതി എന്താണ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചെല്ലാം വളരെ സുവ്യക്തമായ അറിവും ധാരണയുമുള്ള രണ്ട് പ്രമുഖ കോൺഗ്രസ് നേതാക്കളാണ് അടൂർ പ്രകാശും ആന്റോ ആന്റണിയും. സോണിയാഗാന്ധിക്ക് 2019 നവംബർ ഇന്ന് ആരെയും ആർക്കും അത്ര പെട്ടെന്നൊന്നും വഞ്ചിക്കാനും കബളിപ്പിക്കാനും ഒന്നും പറ്റില്ല. പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്ന് പറയാനും പറ്റില്ല. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ നോക്കുന്നത് യുവതയാണ്. അവർക്ക് വേണ്ടതും തെളിവുകൾ തന്നെയാണ്. ഇങ്ങനെ ഒരുപാട് അഡ്വക്കേറ്റുമാർ, ഡോക്ടർ, പ്രൊഫസേഴ്സ്, സാധാരണക്കാർ അവരൊക്കെ ഇന്ന് അവർക്ക് മനസ്സിലായ സത്യങ്ങൾ തുറന്നു പറയുന്നവരാണ്. അവർക്ക് അവരുടെ മുമ്പിലുള്ള മീഡിയകളിലൂടെ ഇപ്പോ കട്ടവൻ ആരായാലും, കട്ട മുതൽ സൂക്ഷിച്ചവൻ ആരായാലും, കട്ടതാരുടെ മുതലായിട്ടിന്ന് മാറിയിട്ടുണ്ടെങ്കിലും ശരി, ജനങ്ങൾക്കത് ചോദിക്കാൻ ജനാധിപത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു മത ആധിപത്യത്തെക്കാൾ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം തകർന്നു പോയി എന്ന്. കാരണം ഇപ്പോ സൗദി അറേബ്യ ഒരു ഇസ്ലാം മത രാജ്യമാണ്. രാജഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു രാജ്യമാണ്. അവിടെ MBS കക്കണ്ട, MBS കൊള്ളയടിക്കണ്ട, പള്ളികളിൽ നിന്ന് ഒന്നും മോഷ്ടിക്കണ്ട. അത് സ്വർണമായിരുന്നാലും ചെമ്പായിരുന്നാലും മോഷ്ടിക്കണ്ട. കാരണം എന്താ? ഇതെല്ലാം എന്റേതാണ് എന്നാണ് രാജാവിന്റെ ഒരു രീതി. ഇതെല്ലാം എന്റേതാ, ഒന്നും ഞാൻ പ്രത്യേകിച്ച് ഇനി മോഷ്ടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരു രാജ്യം ഭരിക്കുന്ന ജനാധിപത്യ ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അത് മൊത്തം അദ്ദേഹത്തിൻ്റെതല്ല. നമ്മുടെ ഒരു നിശ്ചിത കാലാവധി കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ വിട്ടിട്ട് പോകണം. നമ്മൾ ഈ അധികാര കസേര അടുത്ത ആൾക്ക് ഒഴിഞ്ഞു കൊടുക്കണം. അപ്പോൾ നമുക്ക് എത്രയൊക്കെ കിട്ടാമോ അത്രത്തോളം നമ്മൾ ഇത് സ്വരൂപിക്കണം. ഇത്രയും സുരക്ഷ, ഇപ്പൊ സോണിയാഗാന്ധിയുടെ സുരക്ഷയെ കുറിച്ച് പറഞ്ഞല്ലോ, ഇത്രയും സുരക്ഷയുള്ള കേരള മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയ, അതിനും കൂടിയൊക്കെ ഒരു അന്വേഷണം ആവശ്യമല്ലേ? നോട്ടീസിൽ പേരില്ല. എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങി? ഒരുപാട് കാര്യങ്ങൾ ഗഹനീയമായി ഒരുപാട് ആളുകൾ ഇതിനെ സംബന്ധിച്ചിട്ട് വിഷയങ്ങൾ സംസാരിച്ചിട്ടുള്ളത് കൊണ്ടും പിന്നെ ഒരു പാട്ടിറങ്ങിയത് കൊണ്ടുമൊക്കെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ സർ, അദ്ദേഹം യൂണിവേഴ്സിറ്റി ചാൻസലേഴ്സിന്റെ വിഷയങ്ങൾ ഒരുപാട് പൊക്കി കേരളത്തിലിട്ടു. കേരളത്തിലൊരു ഗവർണർ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായത് ശ്രീ ആരിഫ് ജി ആ കസേരയിൽ ഇരുന്നപ്പോൾ മാത്രം. ഇപ്പോതാ രാജേഷ് ജി, അദ്ദേഹം തിരുവനന്തപുരത്തിന്റെ മേയറായിട്ട് വന്നു, ചലനങ്ങൾ ഉണ്ടാക്കുന്നു. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കുന്ന നരേന്ദ്രമോദി ഈ രാജ്യത്ത് ചലനങ്ങൾ ഉണ്ടാക്കുന്നു. ഏത് സന്ദർഭത്തിലാണ് താൻ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് എന്ന് ഒരാളും പറയാതെ തന്നെ അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹം അത് പ്രവർത്തിക്കുന്നു. ഒരു പക്ഷേ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അർഹതയില്ലാത്ത ആളുകൾ ഇരുന്നാൽ എന്തൊക്കെയാണ് ഈ കേരളത്തിന് സംഭവിക്കുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി ബോധ്യപ്പെടുന്നു. അത്രേ ഉള്ളൂ. ഇത് തുറന്നു പറയുമ്പോൾ രാഷ്ട്രീയം പറയുന്നു എന്നൊന്നും പറയരുത്. രാഷ്ട്രീയം പറയാനും എനിക്ക് റൈറ്റ്സ് ഉണ്ട്, മതം മാത്രം പറയാനല്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. കക്ഷി രാഷ്ട്രീയം പറയാൻ പാടില്ല എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ എനിക്ക് തുറന്നു പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് ഞാൻ ജീവിക്കുന്നത്. ഇന്നിപ്പോ നമ്മൾ സംസാരിച്ചു വന്ന വിഷയത്തിൽ നിന്നും എവിടെയൊക്കെയോ മാറി വ്യതിചലിച്ചു പോയിട്ടുണ്ട്. അജ്മീർ ഖാജ തങ്ങള് നമ്മുടെ ശൈഖുനാ അജ്മീർ ഖാജ തങ്ങള് എല്ലാ ദിവസവും രാത്രി
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദാ ശരീഫ് സിയാറത്ത് ചെയ്യുകയും ഇശാഇന് ശേഷം അജ്മീറിൽ നിന്നും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് പോകുകയും സുബഹിയാകുമ്പോഴേക്ക് അജ്മീറിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യുന്നു. അജ്മീർ ഖാജ തങ്ങളുടെ മൗലിദിൽ കാണാം, അവരുടെ ചരിത്രത്തിൽ കാണാം. ബഖ്തിയാർ കാജി ദഹ്ലവി തങ്ങൾ പറയുന്നു, നമ്മുടെ ശൈഖ് ചില്ലറക്കാരനല്ല, ബഹുമാനപ്പെട്ടവർ മദീനയിൽ ദിവസം പോയി സിയാറത്ത് ചെയ്യുന്ന ആളാം. ആയിരക്കണക്കിന് തവണ മദീനയിൽ പോയ മഹാനാ, ആയിരക്കണക്കിന് തവണ ഉംറ ചെയ്ത മഹാനാ. അങ്ങനെ തുടങ്ങി ധാരാളം മഹത്വം ബഹുമാനപ്പെട്ടവരെ പറ്റി പറയുന്നത് കാണാം. ഓരോ ഹത്തമും ഓതി കഴിയുമ്പോഴേ ആകാശത്തു നിന്നൊരു വിളിയാളം കേൾക്കും, കബിൽനാ കബിൽനാ, നിങ്ങളിൽ നിന്നും ഈ ഹത്തം സ്വീകരിച്ചിരിക്കുന്നു. ആകാശത്തിൽ നിന്നും വിളിയാളം കേൾക്കുന്ന തരത്തിൽ അല്ലാഹു തആല പരിഗണിച്ച മഹാനാ. എണ്ണ ഒഴിച്ച് സവാള സവാള ഒഴിക്കല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, മരിച്ചുപോയ മഹാൻ എന്തുകൊണ്ടാണ് ഈ മതം വിമർശിക്കപ്പെടുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ സുഹൃത്തുക്കളെ? ഇസ്ലാം മത വിശ്വാസികളോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് മാത്രം എന്താണ് മനസ്സിലാകാത്തത്? ഈ നാട്ടിലുള്ള തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായി, ഈ മതത്തിലെ ഇത്തരം വിഷയങ്ങൾ പുരോഹിതന്മാര് തന്നെ പുറത്തു പറയുന്നു. ആകാശത്ത് നിന്ന് എപ്പോഴെങ്കിലും മുഹമ്മദ് നബിയോട് അള്ളാഹു സംസാരിച്ചിട്ടുണ്ട്? മുഹമ്മദേ, നിന്റെ ബാലപീഠനം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. മുഹമ്മദേ, നിന്റെ കൊലപാതകങ്ങൾ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിന്റെ കൊള്ളയടികൾ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. നിന്റെ ശിശുപീഡനങ്ങൾ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു ഒരിക്കലെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇല്ല. പക്ഷേ നമ്മുടെ ഷെയ്ഖ് ചില്ലറക്കാരനല്ലാത്തത് കൊണ്ട് ആയിരക്കണക്കിന് തവണയാണ് മദീനയിൽ പോകും, അജ്മീറിലേക്ക് വരും. അജ്മീറും മദീനയും തമ്മിലുള്ള ദൂരം നിങ്ങൾ ഗൂഗിളിൽ നോക്കണേ. അജ്മീറിലേക്ക് പോകും, മദീനയിലേക്ക് വരും. അജ്മീറിലേക്ക് പോകും, മദീനയിലേക്ക് വരും. എന്തുവാടോ ഇതൊക്കെ? കളഞ്ഞിട്ട് പോടാ പുല്ലേ നീയൊക്കെ. നിന്റെയൊക്കെ ഇത്തരം കടിച്ചാൽ പൊട്ടാത്ത കളവുകളും വൃത്തികേടുകളും വഷളത്തരങ്ങളും ഇത്തരം തെമ്മാടിത്തരങ്ങളും ഒക്കെ പബ്ലിക്കിൽ വന്ന് നീയൊക്കെ ഇങ്ങനെ വിളിച്ചു പോവുക. ഇത് കേട്ടിട്ട് മുസ്ലിം സമൂഹം അത് വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നതാണ് കുറച്ച് ഏറെ ബുദ്ധിമുട്ടുള്ള സംഗതി. ഇവർക്ക് വിശ്വസിക്കാൻ ഒരു തെളിവും വേണ്ട. ഏത് വഷളൻ പറഞ്ഞാലും എന്ത് വൃത്തികേടുകളും കണ്ണടച്ച് ഇവര് വിശ്വസിക്കും. ഇവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാരകളാണ് കേട്ടോ. ഏത് സന്ദർഭത്തിലൊക്കെ പാര വെക്കണോ ആ സന്ദർഭത്തിലൊക്കെ ഇവരെ കൊണ്ട് പറ്റുന്ന രൂപത്തിലൊക്കെ ഇവര് ചെയ്യും കേട്ടോ. നിങ്ങള് ഹുസൈൻ സലഫിയുടെ വഷളാണ്, ഇതൊന്ന് കേൾക്ക്. തരം മാത്രം വിളിച്ചു പറയുന്ന റഹ്മത്തുള്ളാ ഖാസിം നബി എന്ന് പറഞ്ഞ ആളുണ്ട്. അയാള് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞാല് സുന്നിപ്പള്ളിയിൽ മുഴുവൻ പെണ്ണുങ്ങൾ ജുമഅക്ക് പോകുന്നാണ് മൂപ്പര് പറയുന്നത്. റഹ്മത്തുള്ളാ ഖാസിം നബി പറയുന്നത്. അയാൾ പറയണേക്കാ നിങ്ങൾക്ക് 10 കൊല്ലത്തിന്റെ ഉള്ളിൽ സുന്നികൾ ജുമഅക്ക് പെണ്ണുങ്ങളെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ റഹ്മത്തുള്ളാന്റെ രക്തങ്ങൾ വരിക. അതിന്റെ ചെവി കൊണ്ട ഞങ്ങൾ അരിയട്ടെ അറിയാം. കൃത്യമായിട്ട് അയാൾ പറയണത് 10 കൊല്ലം കഴിഞ്ഞാൽ അയാൾ പറയണ നിങ്ങൾ എഴുതി വെച്ചോളി. റഹ്മത്തുള്ളാഹി പറയണത് 10 കൊല്ലം കഴിഞ്ഞാല് സർവ്വ സുന്നി പള്ളിയിലും പെണ്ണുങ്ങൾ പള്ളിക്ക് ജുമഅക്ക് പോകും. അത് നിങ്ങൾ എഴുതി വെച്ചോളി. റഹ്മത്തുള്ളാഹി പറയുന്നത് 10 കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്റെ അടുത്തേക്ക് വരി, ഇല്ലാന്നുണ്ടെങ്കിൽ കാതുങ്ങളാണ് മുറിച്ചുകൊണ്ടേക്കോളീന്ന്. അത്ര ഉറപ്പിലാ മൂപ്പര് പറയണത്. എന്തേ മൂപ്പർക്ക് തോന്നിയിട്ടുണ്ട് മുജാഹിദുകളുടെ വയല് കേൾക്കാൻ പോകരുതേന്ന്. നമ്മള് എത്ര വാട്സപ്പ് മെസ്സേജ് അയച്ചാലും എത്ര കൂലം കുത്തി ഒഴുക്കിനെ തടയാൻ ശ്രമിച്ചാലും നടക്കൂല എന്ന് മൂപ്പർക്ക് തോന്നി. കാരണം ഞങ്ങൾ പറയുന്നത് ആദർശമാണ്. ആ ആദർശം പാണക്കാട്ടെ തറവാട്ടിലെ പെണ്ണുങ്ങളുടെ മനസ്സുകളിൽ വരെ ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങളാരും അവരുടെ വീട്ടിൽ പോയിട്ട് ആരെയും നിർബന്ധിച്ച് കേൾപ്പിക്കാറില്ല. പക്ഷേ പാണക്കാട്ടെ തങ്ങന്മാരുടെ ബീവിമാര് പോലും പള്ളിയിൽ പോകുന്ന വഹാബിച്ചികളാണ് എന്നാണ് റഹ്മത്തുള്ളാ ഖാസിം പ്രസംഗിക്കുന്നത്. മുകളിലുള്ള സുന്നി സയ്യിദന്മാർ മുഴുവനും വഹാബികളാണ്, കടുത്ത വഹാബികളാണ്. പിന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി സുന്നി ആയി നടിക്കുന്നു. 1. 2, അവരുടെ വീടുകളിലെ അടുക്കളയിലെ ഭാര്യമാരിൽ 90% പെണ്ണുങ്ങൾ പക്ക വഹാബിച്ചികളാണ്.
നമ്മുടെ ഏത് തങ്ങന്മാരെ പറ്റിയാന്ന് ചോദിച്ചാൽ നിങ്ങൾ വിചാരിക്കുന്ന തങ്ങന്മാരെ തന്നെ നോക്കിക്കളി. നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്ന തങ്ങൾ കുടുംബം, ആ തങ്ങൾ കുടുംബത്തിലെ അടുക്കളയിലെ അവരുടെ ഭാര്യമാർ 90% പെണ്ണുങ്ങളും വഹാബിച്ചികളാണ്. അയാൾക്കതിൽ വലിയ സങ്കടമുണ്ട്, ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ എടുക്കുന്ന അധ്വാനത്തിന് ഫലമുണ്ട്. അത് പാണക്കാട്ട തങ്ങന്മാരിലും എന്നു വേണ്ട നിങ്ങളുടെ പേരോടിലും അതുപോലെ തന്നെ മർക്കസിലും കുറ്റ്യാടിയിലെ സിറാജുൽ ഹുദായിലും എവിടെയാണ് ഞങ്ങളുടെ ശബ്ദങ്ങൾ ചലനം സൃഷ്ടിക്കാത്തത്? അള്ളാഹുവേ, നീ സ്വീകരിക്കണമേ. ഞങ്ങൾക്കാരോടും വെറുപ്പില്ല, ഞങ്ങൾക്കാരോടും വിദ്വേഷമില്ല. ജനങ്ങൾ സത്യം പഠിക്കണമെന്നേ ഞങ്ങൾക്കുള്ളൂ. മുജാഹിദിൽ മെമ്പർഷിപ്പ് എടുക്കണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറയുന്ന സത്യം ആരംഗീകരിച്ചുവോ അവരെ ജനങ്ങൾ വഹാബിയാക്കും, അവരെ ജനങ്ങൾ മുജാഹിദാക്കും. അത് ഞങ്ങളെ തകരാറല്ല, ഞങ്ങൾ പഠിപ്പിക്കുന്ന പ്രമാണത്തിന്റെ പവറാണത് എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഇവരെ ഒരു പുസ്തകം വെച്ചിട്ട് സ്വർഗവും നരകവും വെച്ചിട്ട് എത്ര കാലങ്ങളായി ജനങ്ങളെ പറ്റിക്കാൻ തുടങ്ങിയിട്ട്. ഈ റഹ്മത്തുള്ള കാസിമി മൂത്തേടം കുറച്ച് ചില സന്ദർഭങ്ങളിലെങ്കിലും ചില കാര്യങ്ങൾ തുറന്നങ്ങോട്ട് പറയും കേട്ടോ. അത് ഇവർക്ക് നന്നായിട്ട് കൊള്ളും. മുജാഹിദുകാർക്ക് ഏറ്റവും കൂടുതൽ കൊണ്ട റഹ്മത്തുള്ള കാസിമി മൂത്തേടത്തിന്റെ പ്രഭാഷണങ്ങളിൽ ഒന്നാണ് പ്രവാചകന്റെ ഭാര്യമാരുടെ കബറുകൾ. ആയിഷയുടെയും പിന്നെ ഖദീജയുടെയും ഒക്കെ കബറുകൾ ഉണ്ടല്ലോ, അതൊക്കെ ശ്മശാനങ്ങളായി മാറി. അല്ല, ശ്മശാനങ്ങളായിരുന്നു, ലൈബ്രറികളായി മാറി, പൊതു കക്കൂസായി മാറി സൗദി അറേബ്യയില്. അപ്പൊ ഇവര് വന്ന് പറഞ്ഞു, സൗദി അറേബ്യയില് മുജാഹിദുകാരാണ് ഭരിക്കുന്നത്, മുജാഹിദ് ആശയമുള്ള ഭരണാധികാരി ഭരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ഇവരിങ്ങനെ പലപ്പോഴും പലതും ഇവരെ കൊണ്ട് തോന്നിയതുപോലെയൊക്കെ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുവാണല്ലോ. അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മത്സരിക്കുവാണ് ഇതൊക്കെ പറഞ്ഞിട്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതും ഒരു പുരോഗതിയാണ്. കാരണം സുന്നികൾ എന്താണ് പറയുന്നത് എന്നറിയണമെങ്കിൽ മുജാഹിദുകാരുടെ പ്രഭാഷണങ്ങൾ കേൾക്കണം. മുജാഹിദുകാർക്ക് എത്രമാത്രം മാറ്റമുണ്ടായി എന്നറിയാൻ സുന്നികളുടെ പ്രഭാഷണങ്ങൾ കേൾക്കണം. ഇവര് സുന്നികൾ ആരെങ്കിലും മുജാഹിദുകാരെ കണ്ടാൽ അവർക്ക് കൈ കൊടുക്കരുത്, കൈ കൊടുക്കേണ്ടുന്ന സന്ദർഭം വന്നാൽ പിന്നീട് ഉടനെ കഴുകിക്കോണം. അവരുടെ മയ്യത്തുകൾ എങ്ങാനും സംസ്കരിക്കേണ്ടുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നാൽ അതിന് വേണ്ടുന്ന ഒരു പരിഗണനയും കൊടുക്കണ്ട, നിങ്ങൾ അങ്ങോട്ട് വലിച്ചെറിഞ്ഞേക്ക് എന്നാണ് ഈ ഉസ്താദുമാര് പരസ്പരം സംസാരിക്കുന്നത്. സുന്നിക്ക് മുജാഹിദിനെ കണ്ടുകൂടാ, മുജാഹിദിന് സുന്നികളെ കണ്ടുകൂടാ. പിന്നെ ഇവരെങ്ങനെയാണ് മതത്തെ വിമർശിക്കുന്നത് നമ്മളെ കാണുന്നതെന്ന് ആലോചിച്ച് നോക്കേ. ഇത്രേ ഉള്ളൂ ഇവരെ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓരോരുത്തരും അവനവന് തോന്നിയതൊക്കെ വിളിച്ചങ്ങോട്ട് പറയും. ഇത് ആളുകൾ ചിന്തിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ഈ ഹുസൈൻ സലഫി കുറച്ചു ദിവസം മുമ്പ് പറഞ്ഞതാണ് പെർഫ്യൂം അടിക്കുന്ന പെണ്ണ് വേശ്യയാണ്. ഇവരാരും ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് പാണക്കാട് തങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു കുഞ്ഞു ബീവി വന്നിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സുന്നികൾ എല്ലാവരും ശരി, മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം എന്നാക്കി പറഞ്ഞു. ഒരു മുസ്ലിം പെണ്ണിന് സ്റ്റേജിൽ കയറാനെങ്കിലും സ്വാതന്ത്ര്യമുണ്ടോ ഇവർക്കിടയിൽ? ഇല്ല. അങ്ങനെ ഇരിക്കെയാണ് തങ്ങൾ കുടുംബത്തിൽ നിന്നൊരു കുഞ്ഞു ബീവിയാകുമ്പോൾ കുഴപ്പമില്ല. കാരണം മതം തീരുമാനിക്കുന്നത് നമ്മളല്ലേ. നമ്മൾ വിചാരിച്ചാൽ മതനിയമങ്ങൾ മാറ്റാനും തിരുത്താനും പറ്റുമെന്ന് അവർക്കറിയാം വളരെ നന്നായിട്ട്. പക്ഷേ ഈ മതനിയമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവര് പറയുന്നത് ഈ മതം പറയേണ്ടത് നമ്മുടെ പണ്ഡിതന്മാരാണെന്ന്. ഈ പണ്ഡിതന്മാര് പറയുന്ന വിവരക്കേടുകളാണ് ഇന്ന് ആളുകൾക്ക് മനസ്സിലായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവര് പറയണം ആരാണ് പണ്ഡിതൻ, ഏത് പണ്ഡിതൻ പറയുന്നതാണ് ശരി? മുജാഹിദിലെ പണ്ഡിതന്മാര് പറയുന്നതാണോ? സുന്നി പണ്ഡിതന്മാര് പറയുന്നതാണോ? ജമാഅത്തെ ഇസ്ലാമി പണ്ഡിതന്മാര് ഇനി അതൊന്നും വേണ്ട, ഐസിസും താലിബാനും ഹമാസിലെയും പുരോഹിതന്മാര് പറയുന്നതാണോ ശരി? നിങ്ങൾ പറഞ്ഞാൽ മതി. ഏതാണ് ശരിക്കും ശരി എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. മുജാഹിദ് അവര് ശരിയാണെന്ന് പറയുന്നു, ഇവര് പറയുന്നു ഇവര് പറയുന്നതാണെന്ന് ശരി. അള്ള തരൂല നിങ്ങക്ക്. പിന്നെ നിങ്ങൾ മഹാന്മാക്കളോടൊക്കെ ചോദിക്കുന്നേ. സാധാരണക്കാരായ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ പേപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൗമ് പറയുന്ന വർത്താനാണിത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? അള്ളാനെ വെച്ചിട്ടായിരിക്കും ഇവരെ ഡയലോഗ് മൊത്തം ഉണ്ടാകുക. ഇതേ സ്വഭാവം തന്നെയായിരുന്നു ഇവര് ഉപ്പാപ്പ ഇബ്ലീസിനും ഉണ്ടായിരുന്നത്. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചപ്പോ ഇബ്ലീസ് പറഞ്ഞെന്താ?
അല്ല നിനക്കാണെങ്കിൽ എത്ര സുജൂദ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ അതിനൊരിക്കൽ അതിനെ കൊണ്ട് പറ്റൂല എന്ന പോലെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ 55-ാമത്തെ ആയത്തില് വളരെ കൃത്യമായിട്ട് അള്ളാഹ് പറഞ്ഞതാണ്, ഇന്നമാ വലിയക്കുമുല്ലാഹു റസൂലുഹു അല്ലദീന ആമനു. നിങ്ങളെ സഹായി ആരാണ്? അള്ളാഹു ആണ്. പോരെ റസൂലുഹു, അവന്റെ റസൂലുമാണ്. എന്നിട്ടും പോരെ വല്ലദീന ആമനു, സത്യവിശ്വാസികളായ മഹാന്മാക്കളുമാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും, പഠിച്ചവനെന്തോ ഒറ്റയ്ക്ക് സഹായിക്കാനുള്ള കഴിവൊന്നില്ലേ, ഇവരൊക്കെ കൂട്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോന്ന്. അസ്സലാമലൈക്കും. ഏത് അവയവന്റെ പഞ്ചായത്ത്? ഈ മുസ്ലിയാർ കുട്ടി പറയുന്ന കാര്യങ്ങളെ ഒരു വിഭാഗം എന്ന് പറഞ്ഞിട്ടുള്ള ആരാന്ന് പറയുമെന്നറിയില്ല, എന്തായാലും ഖുർആനും സുന്നത്തും ഫോളോ ചെയ്യുന്ന ആളുകളെ ആയിരിക്കാം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനക്കാരാണെങ്കിൽ അതങ്ങനെ ആവട്ടെ. ഞാനിവിടെ പരിശുദ്ധ ഖുർആൻ ഇനി നമ്മൾ വേണ്ട, ഇവര് തന്നെ മതി. മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ ഇത്തരം വിവരംകെട്ട ടീമിനെ വലിച്ചു കീറാൻ ആളുകൾ രംഗത്ത് വരുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാം, അവര് വലിച്ചു കീറട്ടെ. ന്റെ ആശയം എന്താണ് എന്നുള്ളതാണ് പറയുന്നത്. വകാല റബ്ബുക്കും മുതോനി അസ്തജിബിലേക്കും. ഇത് എന്നും എല്ലാ വീഡിയോയിലും പറയുമ്പോൾ ആർക്കും ബോറടിക്കേണ്ടതില്ല. അള്ളാഹ് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ആര്? നിങ്ങളുടെ റബ്ബ് പറഞ്ഞു. നമ്മുടെ റബ്ബ് പറയുകയാണ്, ഉദ്ഊനി, നിങ്ങൾ ദുആ ചെയ്തോളിയും അസ്തജിബിലേക്കും, ഉത്തരം തരാന്ന്. ഇനി ഏതെങ്കിലും മഹാന്മാരെന്നോ ഉദ്ഊനി, നിങ്ങൾ എന്നോട് ചോദിച്ചോ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിച്ചോ, സ്തജാബൂലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. ഔലിയാക്കളെന്നോ ശുഹദാക്കളെന്നോ നബിമാരെന്നോ ആരോ ആവട്ടെ, അവരോട് ദുആ ചെയ്തോളിയും ഉത്തരം കിട്ടുന്ന ഏതെങ്കിലും ആയത്തുണ്ടോ? അല്ല പോട്ടെ, പടച്ചോനോട് ചോദിച്ചിട്ട് ആർക്കെങ്കിലും ഉത്തരം കിട്ടിയിട്ടുണ്ടോ? സുഡാനികളും ഗാസക്കാരും ഒക്കെ എത്ര കാലങ്ങളായിട്ട് പടച്ചോനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായോ? ഇവരെ മഹാന്മാരോട് ഒരു വിഭാഗം ആളുകൾ പ്രാർത്ഥിക്കുന്നു, ആ മഹാൻ ഇവർക്ക് മറുപടി നൽകുന്നില്ല. വേറെ ഒരു വിഭാഗം ആളുകൾ പടച്ചോനോട് ചോദിക്കുന്നു, പടച്ചോന് മറുപടി നൽകുന്നില്ല. അപ്പോ മുജാഹിദുകാര് മഹാന്മാരെ എടുത്ത് വെളിയിലിട്ടു, നമ്മൾ പടച്ചോനെയും കൂടി എടുത്ത് വെളിയിലിട്ടു. അത്രയേ ഉള്ളൂ. ഉത്തരം സിമ്പിളാണ്, വളരെ സിമ്പിളാണ് ഉത്തരം. അബ്ദുസത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാള് കണ്ണൂരിൽ കിഡ്നി രോഗമായിട്ട് ഒരു ദിവസം 3 ഡയാലിസിസ് ഒന്നിച്ച് ചെയ്യേണ്ടി വന്ന. ഇനി ചെയ്യണ്ട. ആമീൻ. അള്ളാഹു അദ്ദേഹത്തെ ശിഫിയാക്കി കൊടുക്കണം. ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. വേണ്ടാതെ ഇവിടെ പറഞ്ഞാൽ കണ്ടോ, വേണ്ടാതെ ഇവിടെ പറഞ്ഞാൽ കണ്ടോ. അൽഹംദുലില്ലാ. അബ്ദുസത്താർ എന്ന് പറഞ്ഞിട്ട് ഒരാള് നല്ല വാപ്പയും മോനും. ശരിക്ക് കണ്ണൂരിലുള്ള ഈ അബ്ദുൽ സത്താർ എന്ന് പറയുന്ന ആളിപ്പോ ജീവനോടുണ്ടോ? ആള് ഡയാലിസിസ് ചെയ്ത ആളാ. അപ്പോ കാന്തപുരത്തിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ എല്ലാ വിഡ്ഢിത്തങ്ങളും വിവരക്കേടുകളും ഇപ്പതാ മോനും കൂടിയാണ് അതിനെ പിൻപറ്റിക്കൊണ്ടിരിക്കുന്നതും പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇവരാണോ പണ്ഡിതന്മാർ? ഇത്തരം ആൾ ദൈവങ്ങളൊക്കെ പറയുന്നതെല്ലാം നമ്മൾ കണ്ണടച്ച് പിൻപറ്റണമെന്നല്ലേ പറയുന്നത്, അല്ലേ? ഇത് പിൻപറ്റാനും ഒരു വിഭാഗം ആളുകൾ ഉള്ളിടത്തോളം കാലം ഒക്കെ വർദ്ധിക്കും. സത്താർ മരിച്ചോ? സത്താർ ജീവിച്ചിരിപ്പുണ്ടോ? പടച്ചോനല്ല പറയുന്നത് 3 വേണ്ട, 1 വേണ്ട, ഇനി ഡയാലിസിസേ വേണ്ട, ഇനി അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ആ രോഗമില്ല. കാന്തപുരത്തിന്റെ തട്ടിപ്പ് മനസ്സിലായി. ഇതുപോലെയാണ് ഇവർ ഓരോ തട്ടിപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. ശരി, ഇന്ന് കേരളത്തില് ഏറ്റവും കൂടുതൽ അനുയായികളെ സൃഷ്ടിക്കാനും ഏറ്റവും കൂടുതൽ പണം വാരിയെടുക്കാനും കഴിഞ്ഞ ഒരു മഹാനവറുകളാണ് AP. 1970-കളില് ഒരു സൈക്കിള് വാങ്ങാൻ പോലും ശേഷിയില്ലാതിരുന്ന APക്ക് ഇന്ന് കേരളം മുഴുവനും വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന അവസ്ഥയിൽ എത്തിയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഈ ആത്മീയ തട്ടിപ്പ് എന്ന് പറഞ്ഞാല് എന്തൊരു ലാഭം കിട്ടുന്ന ഒരു ബിസിനസ്സാണ്. ഇതെല്ലായിടത്തും എല്ലാവരോടും ഒന്നും നടക്കത്തില്ല കേട്ടോ. ഇപ്പൊ ഇവര് സ്ത്രീകളെ ഇറക്കിയിട്ടാണ് മതം പ്രൊമോട്ട് ചെയ്യുന്നത്. മറ്റൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞത്, അള്ളാഹുവിനൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്, അള്ളാഹുവിനൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷേ
ഖുറാനിൽ പറഞ്ഞത് മുഴുവനും സത്യമാണെന്നൊന്നും ഞാൻ വിശ്വസിക്കൂല. ഏതൊക്കെയാണ് വിശ്വസിക്കാത്തത്? الرجال قوامون على النساء എന്ന ആയത്ത് നമ്മൾ അംഗീകരിക്കൂല. പുരുഷൻ സ്ത്രീയുടെ മേൽ നിയന്ത്രണാധികാരമുള്ളവളാണെന്ന് നമ്മൾ വിശ്വസിക്കൂല. ഞാൻ മോളോട് പറഞ്ഞു, മോളെ, ഖവാം, നിന്നെ ചൊവ്വായ രൂപത്തിൽ നിലനിർത്തേണ്ടവൻ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നീ താൻ തോന്നിയാകുമ്പോൾ നിന്നെ നിയന്ത്രിക്കാനുള്ള അവകാശമുണ്ട് എന്നാ പറഞ്ഞത്, അല്ലാതെ നിന്നെ അടക്കി ഭരിക്കാനുള്ള അവകാശം എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അവൾ സമ്മതിച്ചു തരുന്നില്ല. അവൾ പറയുന്നു, പുരുഷനെക്കാളും പകുതി സ്വത്ത് മതി മകൾക്ക്, മകനെക്കാളും പകുതി സ്വത്ത് കൊടുത്താൽ മതി മകൾക്ക് എന്ന തത്വം, എന്ന വിധി ഞാൻ അംഗീകരിക്കൂല. പക്ഷെ അവൾക്കുണ്ടാവുമായിരിക്കും. ഒരു സംശയമാണ്, ഒരു സംശയമാണ് അല്ലെ? ഈ രൂപത്തില് മക്കളുടെ മനസ്സുകളിലേക്ക് കുബുദ്ധി നുഴഞ്ഞു കയറുന്നതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? മറ്റൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞത്, അള്ളാഹുവിനൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്, അള്ളാഹുവിനെ. താത്ത, കരഞ്ഞിട്ടും നിലവിളിച്ചിട്ടും ഒന്നും ഒരു കാര്യമില്ല. സ്ത്രീകളുടെ നിയന്ത്രണ അധികാരം പുരുഷന്റെ കയ്യിലാണ് എന്ന് ഖുർആൻ പറഞ്ഞല്ലോ. ശരി, ആ പുരുഷൻ സ്ത്രീയെ നിയന്ത്രിക്കേണ്ടത് ഏതുവരെയാണ് എന്ന് ഉസ്താദുമാര് പറയും. താത്ത അതും കൂടി കേട്ടിട്ട് പോയാൽ മതി കേട്ടോ. അവിടെ നിൽക്കാം. ഉടുപ്പ്, ബെഡ്ഷീറ്റ്, പെണ്ണിന് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു നൽകുന്ന വ്യാകരണം, വിശദീകരണം, നിർവചനം. ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അവളെ കിടക്കണം. ഖുർആൻ പറയുന്നു, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാർ സ്ത്രീകളുടെ മേലധികാരമുള്ളവരാണ്. അല എന്ന് പറഞ്ഞാൽ അറബിയിൽ ഫൗഖ്, മുകളിൽ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സ്ത്രീകളുടെ മുകളിലായിരിക്കണം പുരുഷന്മാർ. പുരുഷന്മാരുടെ മുകളിൽ സ്ത്രീകളാകാൻ പാടില്ല. അത് ശാരീരികമായി ബന്ധപ്പെടുമ്പോഴും. ഇത് കേൾക്കുന്ന പുതിയ തലമുറയിലെ ഒരു പെൺകുട്ടി എന്തു പറയും താത്ത? ഇപ്പൊ മുസ്ലിം സ്ത്രീകളെ ഇറക്കിയിട്ടാണ് ഇവര് മതം പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം പഴയതുപോലെ ഉസ്താദുമാരുടെതൊന്നും അങ്ങനെ പണ്ടേ പോലെ ഫലിക്കുന്നില്ല. ഇന്ദ്രിയസ്ഖലനം ഉണ്ടാകുന്നതിന് മുമ്പ് മുകളിലാകാം. പക്ഷെ ഇന്ദ്രിയസ്ഖലനം പെണ്ണിനെ മുകളിൽ കിടത്തി ഭർത്താവ് താഴെ കിടന്നുകൊണ്ടാകരുത്. കിഡ്നി, മൂത്രസന്ധി, പിത്താശയസന്ധി ഇതുപോലുള്ള രോഗങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ട് എന്ത് ചെയ്യാം? ബന്ധപ്പെടാം. പക്ഷേ ശീഘ്രസ്ഖലനം ഉണ്ടാകുമ്പോ ഭാര്യ താഴെ, ഭർത്താവ് മുകളിൽ. അതാണ് ഖുർആൻ പറയുന്നത്. നിങ്ങൾ നിസാക്കൾ, സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ കൃഷിസ്ഥലമാണ്, വിളനിലമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അവരെ സമീപിക്കാം. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയുമായി എങ്ങനെ വേണമെങ്കിലും ബന്ധപ്പെടാം. ഇതുവരെ പെണ്ണിന്റെ മുഖ്യഭാഗം എന്ന് പറഞ്ഞാൽ അറുത് പോലെയാണ്, അത് ഭൂമിയാണ്. നാം അതിലേക്ക് വിസർജിപ്പിക്കുന്ന ഇന്ദ്രിയ തുള്ളികളുണ്ടല്ലോ, അത് വിത്തുകളാണ്. ഭൂമിയിൽ വിത്തുകൾ വിതറിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്നത് വിളകളാണ്. ആ വിളകളാണ് സന്താനങ്ങൾ. അതുകൊണ്ട് നിങ്ങളുടെ ഭൂമിയാണ്, നിങ്ങളുടെ ജാഗയാണ്. നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ആകാം. എങ്ങനെയാണത്? പുറകിലൂടെയോ, കായിമത്തിൽ നിന്നുകൊണ്ടോ, താരിഖത്തിൽ മുത്തുകാലിൽ നിന്നുകൊണ്ടോ, കായികത്തിൽ ഇരുന്നു കൊണ്ടോ, മുസ്തൽഖിയത്തിൽ മലർത്തി കിടത്തിയോ, ധരിച്ചു കിടത്തിയോ, വമുഖബിലത്തിൽ മുൻഭാഗത്തിലൂടെയോ, വമുദ്ബിറത്തിൽ പിൻഭാഗത്തിലൂടെയോ, ഇലാ മൗദിഇൻ ഫീ മൗദിഇൻ വാഹിദ്, പക്ഷേ ദ്വാരം ഒന്നേ ആകാവൂ. എങ്ങനെയാണ് നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയെങ്കിലും നാളെ ജുവല്ലറിക്കാരന്മാർ കുറെ സ്വർണ്ണം കിട്ടും. പെണ്ണുങ്ങൾക്ക് കല്യാണം കഴിക്കാൻ നടക്കല്ലേ? എങ്ങനെയാകാം? ഹക്കീമേ അവനാ പറഞ്ഞു. അതെ, തൊലി പൊളിയുന്നില്ലേ ഇത് കേട്ടിട്ട്? നാണമാകുന്നില്ലേ ഇത് കേട്ടിട്ട്? ലജ്ജ തോന്നുന്നില്ലേ? ഒരു മതപുരോഹിതൻ എങ്ങനെയാണ് ഒരു സ്ത്രീ, എങ്ങനെയാണ് ഒരു പുരുഷൻ അവരുടെ ബെഡ്റൂമിൽ പറയുക? എന്നിട്ട് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ എന്ന വചനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഉസ്താദ് അത് പറയുന്നത്. പക്ഷെ ആ വചനത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു മുസ്ലിം സ്ത്രീ പ്രഭാഷണം നടത്തുന്നത് വേറൊരു രൂപത്തിൽ.
എന്ത് പോഴത്തരമാണെന്ന് ആലോചിച്ച് നോക്കിക്കേ ഇവന്മാരുടെ ഇത്തരം വഷളുകൾ. എന്തുകൊണ്ടാണ് ഈ മതത്തിൽ സ്ത്രീകൾ നിൽക്കാത്തത് എന്ന് മനസ്സിലായോ? ഈ മതം അവർ വലിച്ചെറിയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായോ? ഇതൊക്കെ തന്നെയാണ് കാരണം. അവർക്കിത് വേണ്ടാതാകുന്നത് എന്തുകൊണ്ടാണ്? ഇത്ര വൃത്തികെട്ടവന്മാരാണോ മതപണ്ഡിതന്മാർ? ഇത്ര വൃത്തികെട്ടതാണോ ഈ മതം? അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവരിതിനെ വലിച്ചെറിയാൻ കാരണം ഈ മതപുരോഹിതന്മാർ തന്നെയാണ്. ഇത് ഏതുവരെയാണെന്നറിയാമോ? ഇവരുടെ ഈ വിഡ്ഢിത്തങ്ങളും വിവരക്കേടുകളും ഒക്കെ എവിടെ വേണമെങ്കിലും എത്തും. ഇപ്പോ സ്പാനിഷ്, നിങ്ങൾ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും. ആദ്യം ഈ വീഡിയോ ഒന്ന് കാണാം, അത് കണ്ടിട്ട് വിഷയം പറഞ്ഞുതരാം. Usted no tendrá la palabra. Y usted no tendrá la palabra. Y le ruego que se calme. Nos alegramos de que no se permitan esos ropajes, porque después de los 50 años de democracia, llegamos a ver cómo las mujeres tienen que vivir en cárceles de tela, cosa que no es libertad para ninguna mujer en esta sociedad. Por lo tanto, nos alegramos que no se permita en este Parlamento, que es la soberanía de la región de Murcia. Y como no se permite en este Parlamento, no se debería permitir en ningún lugar público de esta región de Murcia. അവര് പറയുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല. നോക്കിയോ, സ്പാനിഷ് ഡെപ്യൂട്ടി പ്രാദേശിക അസംബ്ലിയില് ഒരു സ്ത്രീ വരികയാണ് ബുർക്ക ധരിച്ചുകൊണ്ട്. അതിനെ വിലക്കുകയും പാർലമെന്ററി നിയമങ്ങൾ പാലിക്കുന്നതിന് വസ്ത്രം മാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് അവർ പറയാണ്, ബുർക്ക സ്ത്രീകൾക്കുള്ള തടവറയാണ്, പൊതുസ്ഥലങ്ങളിൽ അത് നിരോധിക്കണം. അവര് തന്നെയാണ് അത് ധരിച്ചു വന്നത്. നമ്മളെ മറ്റുള്ളവർ സംശയത്തോടുകൂടി വീക്ഷിക്കാൻ അത് കാരണമാകുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. കാരണം ഇനിയിപ്പോ ഉസ്താദുമാർ വരും, ഇത് നിരോധിക്കരുത്, കാരണം ഞങ്ങളുടെ കള്ളവെടിക്ക് ഇത് ആവശ്യമാണെന്ന് പറഞ്ഞിട്ട്. ഇത് പറഞ്ഞത് ഞാനല്ല, മുജാഹിദ് ബാലുശ്ശേരിയാ പറഞ്ഞത്. അവന്റെ ഭാര്യയെ ഇവനും കൊണ്ടുപോകാം, ഇവന് മറ്റവന്റെ ഭാര്യയെയും കൊണ്ടുപോകാം, അവന്റെ ഭാര്യയ്ക്ക് ഇഷ്ടമുള്ളവന്റെ കൂടെ പോകാം, അതിനൊക്കെ ഈ പർദ്ദ ഒരു മറയാണ് എന്ന് പറഞ്ഞത് ബാലുശ്ശേരിയാ, ഞങ്ങളാരും. അപ്പോ ഈ അപ്പിക്കുപ്പായം ലോകം മുഴുവനും വലിച്ചെറിയുന്ന നിലയിലേക്ക് മനുഷ്യൻ മാറിയിരിക്കുന്നു. ഇത് നിരോധിക്കൽ അനിവാര്യമാണ് എന്ന അറബികൾ ഇതൊക്കെ വലിച്ചെറിഞ്ഞു. അവരൊക്കെ 6-ാം നൂറ്റാണ്ടിന്റെ ഗോത്ര മതത്തിൽ നിന്നും സുരക്ഷിതമായി. ആ സമയത്താണ് അവര് വലിച്ചെറിഞ്ഞതും പൊക്കിയെടുത്തോണ്ട് ഇങ്ങോട്ട് വരുന്നത്. ഈ മുഖം മൂടിയിട്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുക. ഈ മുഖമൂടിക്ക് പിന്നിൽ ഒരുപാട് അജണ്ടകളുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ബസ്സില് സഞ്ചിയും തൂക്കി ഒരു ബുർക്കക്കാരി വന്നു. അയാൾ പറഞ്ഞു, സഞ്ചിയിൽ എന്താണെന്ന് എനിക്ക് കാണണം. നിങ്ങളുടെ മുഖമൊന്നും തുറക്കണ്ട, നിങ്ങളുടെ മതപരമായിട്ടുള്ള ഐഡന്റിറ്റി ആണെന്നല്ലേ നിങ്ങൾ പറയുന്നത്. ശരി, അതവിടെ ഇരുന്നോട്ടെ. പക്ഷേ ഈ ബസ്സിനകത്തിരിക്കുന്ന ആളുകളുടെ സുരക്ഷ എന്റെ ബാധ്യതയാണ്. നിങ്ങൾ ഈ സഞ്ചിക്കകത്ത് കൊണ്ടുവന്നത് ബോംബല്ല എന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഇതിനകത്തുള്ളത് എന്താണ് എന്ന് എനിക്കറിയണം, എനിക്ക് കാണണം. എന്നാലേ ബസ്സിനകത്ത് കയറാം. ആ സ്ത്രീ എന്ത് ചെയ്തിട്ട് സഞ്ചി തുറന്ന് കാണിക്കൂല. സഞ്ചി തുറന്ന് കാണിക്കുന്ന പ്രശ്നമേ ഇല്ല. കാരണം എന്താ? അതിനകത്ത് ബോംബല്ല. ശരി, ഇവര് വിചാരിക്കുന്നതൊന്നുമല്ലെങ്കിൽ, ഇദ്ദേഹം സംശയിക്കുന്നത് പോലെ ഒന്നും തന്നെ ആ സഞ്ചിയിൽ ഇല്ലെങ്കിൽ എന്താ തുറന്ന് കാണിച്ച പ്രശ്നം? തുറന്ന് കാണിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ പറഞ്ഞു, ഈ ബസ്സിൽ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഈ ബസ്സിൽ യാത്ര ചെയ്യണമെങ്കിൽ ഇതിനകത്ത് എന്താ, ഇപ്പൊ മനസ്സിലായില്ലേ? എയർപോർട്ടുകളില് നിങ്ങൾ ഇതൊക്കെ ധരിച്ചിട്ടൊന്ന് പോയി നോക്കിക്കേ.
ബസ് സ്റ്റോപ്പുകൾ, എയർപോർട്ടുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, ഇവിടെയെല്ലാം ഇനി നിങ്ങൾ ഈ അപ്പിക്കുപ്പായം ധരിച്ചു പോയാൽ, അതുപോലെ മുസ്ലിം നാമധാരികളായിട്ടുള്ള ചെറുപ്പക്കാരന്മാർ, നിങ്ങളെ അവരവിടെ പിടിച്ചു നിർത്തും. എല്ലാ സെർച്ചും കഴിഞ്ഞു മാത്രമേ നിങ്ങൾക്ക് അവിടെ നിന്ന് പുറത്തിറങ്ങാനും പറ്റൂ. ഇപ്പോ സ്പാനിഷ് പാർലമെന്റിൽ നടന്ന ബുർക്ക നിരോധനമാണ് നമ്മൾ കണ്ടത്. ഇത് നമ്മുടെ നാട്ടിലായിരുന്നെങ്കിലോ? വസ്ത്രാക്ഷേപം ചെയ്തു എന്ന് പറഞ്ഞിട്ടായിരിക്കും പുതിയ പ്രശ്നമുണ്ടാവുക, അല്ലേ? മുസ്ലിം സ്ത്രീയുടെ തുണിയിൽ കയറി പിടിച്ചു. നിതീഷ് കുമാറിന്റെ ഈ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ആയുഷ് ഡോക്ടർമാരുടെ നിയമന ഉത്തരവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലാണ് ഈ സംഭവം നടന്നത്. അപ്പൊ ഇതിന് രണ്ട് പക്ഷമാണുള്ളത്. ഒരു പക്ഷം നിൽക്കുന്ന ആൾക്കാർ പറയുന്നത് ഇത് മതസ്വാതന്ത്ര്യമാണ്, ഇന്ത്യ ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്, ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം എന്നൊക്കെയാണ് പറയുന്നത്. ആയിക്കോട്ടെ. പക്ഷെ മറുപക്ഷം പറയുന്നത് കുറച്ചും കൂടെ ലോജിക്കലി കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അവര് പറയുന്നത് ഈ വന്നിരിക്കുന്ന ആള് ഈ നിയമന ഉത്തരവ് മേടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും അവാർഡ് മേടിക്കാൻ വരുന്ന വ്യക്തി, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്ന വ്യക്തി, ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇത് വരുന്നയാള് ഒറിജിനലാണോ, യഥാർത്ഥ വ്യക്തി തന്നെയാണോ എന്ന് നമുക്ക് അറിയണ്ടേ എന്നുള്ളതാണ് മറുപക്ഷത്തിന്റെ ചോദ്യം. അപ്പൊ ഇത് നിരോധിക്കണം എന്ന് പലരും പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞ് സമരം ചെയ്യുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഈ പറഞ്ഞ ഒരു പക്ഷത്ത് നിൽക്കുന്ന ആൾക്കാർ മതസ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ വസ്ത്രസ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വർഗീയ ലഹളകൾ പോലെയുള്ള സംഭവങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് നിരോധിക്കേണ്ട കാര്യമില്ല. ഇത് ഇന്ന ആൾക്കാർക്ക് മാത്രമേ ഇടാൻ പറ്റുള്ളൂ എന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആർക്ക് വേണേലും ഉപയോഗിക്കാവുന്ന വസ്ത്രമാണല്ലോ. അപ്പൊ ഈ മതം നോക്കാതെ ഇതൊരു സാധാരണ വസ്ത്രം എന്നുള്ള നിലയ്ക്ക് എല്ലാ മതവിശ്വാസികളും ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി. ആണും പെണ്ണും അങ്ങനെ ലിംഗവ്യത്യാസം നോക്കാൻ പാടില്ല, എല്ലാവരും ഇതങ്ങ് ഉപയോഗിച്ചേക്കണം. അത് ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചെവിയിൽ വെള്ളം പോയെന്ന് വെച്ചു, നമ്മൾ കുളിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചെവിയിൽ വെള്ളം പോയി കഴിഞ്ഞാൽ നമ്മളത് തോണ്ടിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതേസമയം കുറച്ചും കൂടെ വെള്ളം ആ ചെവിയിലോട്ട് ഒഴിച്ചിട്ട് ശരിക്കും നിറച്ചു വെച്ചിട്ട് തിരിച്ച് ഇങ്ങനെ ചിരിച്ച് പിടിച്ച് തലയിരിച്ച് കഴിയുമ്പോഴത്തേക്കും ആ വെള്ളം കംപ്ലീറ്റ്, നേരത്തെ പോയ വെള്ളവും എല്ലാ വെള്ളവും കൂടെ തിരിച്ച് കൃത്യമായിട്ട് ഇങ്ങനെ പോരും. ശരിയല്ലേ? അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. ഇത് നിരോധിക്കണം എന്ന് പറയുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടുള്ളൂ. അപ്പൊ എല്ലാവരും അങ്ങോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ വിഷയമൊന്നുമില്ല. എല്ലാവരും അങ്ങ് മൂടി പുറത്തൊക്കെ നടന്നേക്കണമെന്നേ, പ്രശ്നം തീർന്നില്ലേ? പക്ഷെ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തികൾ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിന് ആ സമയത്ത് ഈ വരുന്ന വ്യക്തി യഥാർത്ഥ വ്യക്തിയാണോ എന്ന് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് തന്നെ ചോദിക്കുക എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് അവർക്ക് അവരുടെ ഐഡന്റിറ്റി ആയിട്ടുള്ള മുഖം കാണിക്കാനായിട്ട് അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് മറ്റ് എന്തെങ്കിലും നടപടി എടുക്കുക എന്നുള്ളേ ഉള്ളൂ. ഇത് ഇന്ത്യയാണ്. ഈ സ്വതന്ത്ര ഭാരതത്തിൽ ഇങ്ങനെ ആകെ മൂടി നടന്നിട്ട് ഒരുപാട് അട്ടഹാസങ്ങൾ, പൊട്ടിത്തെറികൾ, ഭീകരാക്രമണങ്ങൾ ഒക്കെ സംഭവിച്ച രാജ്യമാണിത്. അതുകൊണ്ട് ഇതൊരു ഇസ്ലാമിക രാജ്യമല്ലാത്തത് കൊണ്ട് തന്നെ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ ഒരു ഡോക്ടർക്ക് രോഗിയെ തിരിച്ചറിയണം, ഒരു രോഗിക്ക് ഡോക്ടറെ തിരിച്ചറിയണം, അധ്യാപകന് വിദ്യാർത്ഥിയെയും വിദ്യാർത്ഥിക്ക് അധ്യാപകനെയും തിരിച്ചറിയാൻ കഴിയണം. അങ്ങനെ ഒരു വേഷമാണ് വേണ്ടത്. ഇനി അദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തെ തന്നെ എടുക്കുക. കേരളത്തിലെ മുഴുവൻ ആണുങ്ങളും പെണ്ണുങ്ങളും ജാതി മത ഭേദം ലിംഗഭേദം ഒന്നുമില്ലാതെ എല്ലാവരും ഈ അപ്പിക്കുപ്പായത്തിനകത്ത് അങ്ങ് ഇറങ്ങി നടക്കുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കിക്കുക, എന്താ സംഭവിക്കാന്നറിയാം. ഈ വേഷമൊക്കെ സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ പോലും വലിച്ചെറിഞ്ഞിട്ട് ഇപ്പൊ കണ്ടില്ലേ, ദുബൈ രാജകുമാരി, ഷെയ്ഖ മെഹ്റ, തുർക്കി എർദോഗാന്റെ കുടുംബം, ഇവരൊക്കെ ഈ അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങി നടക്കുന്നതാണോ നിങ്ങളൊക്കെ വിചാരിക്കുന്നത്? അല്ല, അവരതൊക്കെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞു. അവര് വലിച്ചെറിഞ്ഞ ആർക്കും വേണ്ടാത്ത സാമാനങ്ങൾ പറക്കിക്കൊണ്ടുവന്ന് ഇവിടെ നെഞ്ചോടടുക്കി പിടിച്ച് മുസ്ലിം സമുദായത്തിന്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിക്കുവാണ്. ഇവിടെ കുറെ മലരുകൾ, ആളുകൾക്ക് വിവരം വെച്ചു തുടങ്ങി, അവർ പ്രതികരിച്ചും തുടങ്ങി. നമ്മൾ ആഗ്രഹിച്ചതും ഇതുപോലെ ഒരു സന്ദർഭമാണ്. കൂടുതൽ ആളുകൾ ഇത് മനസ്സിലാക്കി രംഗത്ത് വരണം. കൂടുതൽ പേർക്ക് ഇതിന്റെ ഭവിഷ്യത്തുകൾ എന്താണ് എന്ന് ബോധ്യപ്പെടണം. വെറും ബലാത്സംഗത്തെ പേടിച്ചിട്ട്, ശ്യാംകുമാറിന്റെ വാക്കുകൾ കടമെടുത്താൽ, ബ്രാഹ്മണരായിട്ടുള്ള ബലാത്സംഗികളെ പേടിച്ചിട്ടാണോ പാർലമെന്റിൽ വരെ സ്പാനിഷിലെ യുവതി ഈ ബുർക്ക ധരിച്ചു വന്നത്? ഇതൊക്കെ എത്രമാത്രം ലോജിക്കുള്ള സംഗതിയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു. ആരോടും എന്തും എപ്പോഴും പറയാം, അവരത് വിശ്വസിച്ചോളും എന്ന ഒരു ധാരണയാണ് ഇവർക്കുള്ളത്. ഇതൊരു മതരാജ്യമാണ്. ഇപ്പൊ കണ്ടില്ലേ, 47% കഴിഞ്ഞു മലബാറിൽ മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് ഇസ്ലാം മത രൂപത്തിലൊരു സംസ്ഥാനമാക്കി മാറ്റിത്തരണമെന്ന് പറഞ്ഞത്. അപ്പൊ മതമാണ് 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 ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങളുടെ ഐഡന്റിറ്റി മതമാണ് എന്ന് ഇവർ വെറുതെ പറയുന്നതല്ല. അതാണ് സത്യം, അത് മാത്രമാണ് സത്യം. ശരിയാണ് ജൂൺ, തുണി മനുഷ്യൻ കണ്ടുപിടിച്ച ശേഷം ഇസ്ലാം മതം വന്നത് നന്നായി, അല്ലെങ്കിൽ
എന്തുവാടോ, എന്തൊക്കെ ചിന്തകളാടോ, ഇത്രയും കടന്നൊക്കെ ചിന്തിക്കാനേ. അപ്പൊ നമുക്കിനി വൈകിട്ട് കാണാം.